വരുന്നു. ഹലോ, ഗോൾഡൻ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ പാപ്പിയാണ് സംസാരിക്കുന്നത്. ആട്ടോ ഡ്രൈവർ അല്ലടോ, ഫോട്ടോഗ്രാഫർ കൊടാക്ക് പാപ്പി. മുതലാളിമാരോ? ഒരാൾ വീട്ടിൽ കാണും, മറ്റേ ആള് ഷാപ്പിലും. ഫോട്ടോ എടുക്കണോ? എടുക്കാം. ഫോണിൽ കൂടെ എങ്ങോട്ട് ഫോട്ടോ എടുക്കുന്നത്? താ ഒരു കാര്യം ചെയ്യേ, ഭാര്യയും കൂട്ടി ഇങ്ങോട്ട് പോരെ. നാണോ? എന്നൊരു കാര്യം ചെയ്യേ, താൻ വരണ്ട, അവർ ഒറ്റയ്ക്ക് ഇങ്ങ് വിട്ടാച്ചാൽ മതി, ഞാൻ എടുത്ത് വിട്ടേക്കാം. ജോസ്റ്റായ ഇന്നലത്തെ കളക്ഷൻ എന്തിയാ? പിന്നെ ജനുമോൻ കൊണ്ടുപോയി. ജനുമോനോ? എടാ, കാശ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ചോദിച്ചാൽ എങ്ങനെയാ കൊടുക്കാതിരിക്കുന്നേ? ജനുമോന്റെ പൈസ കൊണ്ടല്ലേ നമ്മൾ ഈ സ്റ്റുഡിയോ പബ്ലിസിറ്റി ഒക്കെ തുടങ്ങിയേ. എടാ ചെറ്റെ, ഞാൻ അവനെ കൊണ്ട് ഇങ്ങനെ തുടങ്ങിച്ചത് കൊണ്ടാ അവൻ ഇന്ന് നാട്ടിൽ തന്നെ ഉള്ളത്. അല്ലെങ്കിലേ കോടമ്പക്കത്തെ സുന്ദരിമാരെ കൊണ്ടുപോയേനെ, സ്വത്തല്ല. മനസ്സിലായോ? അതും ശരിയാ. ഏതായാലും അച്ചായൻ വിഷമിക്കണ്ട, ഇന്നത്തെ കളക്ഷൻ മുഴുവനും ഞാൻ അച്ചായന്റെ കൈ കൊണ്ട് തരും. ഇന്നിനി എവിടെ നിന്ന് കാശ് കിട്ടാൻ? അതിനൊക്കെ വഴിയുണ്ട് അച്ചായ. നമ്മുടെ ആ പുതിയ സോപ്പില്ലേ, ചർമ്മമോഹിനി. ചർമ്മമോഹിനിയോ? അതെ, ചൊറി, ചെരങ്ങ്, പുഴുക്കടി, താരൻ എന്നിവയ്ക്ക് അത്യുത്തമം. അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി കുളിച്ചോണ്ട് നിൽക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ വേണം. അതെവിടുന്നെങ്കിലും ഞാൻ എന്ന് ഒപ്പിച്ചെടുത്തിരിക്കും. രാവിലെ വെറുതെ മേടിക്കണം. കൊടാക്ക് പാപ്പി ആര് തല്ലാനാ അച്ചായ? അച്ചായനൊരു കാര്യം ചെയ്യേ, പോണ വഴിക്ക് എന്നെ ആ പുഴക്കടവിൽ നിറക്കി വിട്ടാ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നീ പോക്കാടാ. ഒരെണ്ണം ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ലല്ലോ, മൂരിക്ക് ചെന പിടിച്ചതുപോലെ. നേരെ ഒരുപാടേ നമുക്ക് പോവാം. ശരിയാ, കുളിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഇനി അമ്മ വഴക്കു പറയുമെന്തോ. ഈ ചെല്ലിട്ട് വേണം പശീരി അഴിച്ചു കേട്ടെ. നിന്റെ ചേച്ചി ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നോ? ഇന്ന് കൊണ്ടുവരും, അങ്ങോട്ട് പോണം. ഇവൻ കുളിക്കുമ്പോ പോട്ടെ. ഇല്ല, എന്നെ കൊല്ലല്ലേ, ഞാൻ കൊടാക്ക് പാപ്പിയാ. കൊടാക്ക് പാപ്പിയോ? നിനക്കെന്താ പെൺകുട്ടികൾ കുളിക്കുന്നത് കാര്യം? ഞാൻ നമ്മുടെ ചർമ്മമോഹിനിക്ക് വേണ്ടി. ചർമ്മമോഹിനിയോ? ചർമ്മമോഹിനി ആരാ, നിന്റെ ഭാര്യ? അയ്യോ അല്ല, അതൊരു സോപ്പിന്റെ പേരാ. അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഫോട്ടോ എടുക്കാനാ ഞാൻ വന്നത്. എല്ലാരും പോയ വഴി നോക്കി പോണം. ചുമ്മാ എല്ലാം ഓരോ നമ്മുടെ ക്യാമറ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. പോണം. അയ്യോ അങ്ങനെയല്ല, ആ സോപ്പ് തേച്ചാൽ ചൊറിച്ചിലും ചുണങ്ങും ഒക്കെ പമ്പ. നിന്റെ ആ ചൊറിയ സോപ്പ് തേച്ചവരെല്ലാം കുഷ്ഠരോഗാശുപത്രി പോയിരിക്കുക. അതിന്റെ പേരിന് പറഞ്ഞാൽ നിന്നെ അങ്ങോട്ട് അയക്കും. അതൊക്കെ പോട്ടെ, നീ പുഴക്കടവിൽ ഫോട്ടോ എടുക്കാൻ ചെന്നതിനല്ലേ ആ സരോജ മഴക്കൊണ്ടാക്കാൻ വന്നത്? അതെ, മേലെ ഞാൻ അങ്ങനെ ചെയ്യൂല. ചെയ്യണം, പക്ഷെ പരസ്യമായിട്ടല്ല. നീ നേരെ അവളുടെ വീട്ടിലോട്ട് ചെല്ല്. അവൾ എങ്ങനെ വേണമെങ്കിലും നിനക്ക് പോസ്റ്റ് ചെയ്ത് തരും. അവളൊരു സിനിമാ ഭ്രാന്ത് കയറിയാ. അല്ലാതെ കുളിക്കുന്നിടത്തോടെ പോടാ. ഇനി പണം കൊടുത്തത് മേലല്ല അവന്റെ പേര് പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്താലുണ്ടല്ലോ, ജയിലിൽ കയറ്റുമെന്നോ? എന്നാ അത് തന്നെ ഒന്ന് കാണട്ടെ. അമ്മയുടെ ജയില്. ആരാ ഫോണിൽ? നിന്റെ തന്ത. ഇങ്ങോട്ട് സംസാരിച്ചതായിരുന്നാ ചോദിച്ചേ. നിനക്ക് പണം തന്നവൻ 24 മണിക്കൂർ സമയം തന്നിരിക്കുക. ഇടപാട് തീർത്തില്ലെങ്കിൽ അവൻ എന്നെയും ജയിലിൽ കയറ്റുമെന്ന്. അതിന് മുലപ്പാല് കുടിച്ചവൻ ഈ നാട്ടിലുണ്ടോ? പണിക്കർ സാറിനെ ജയിലിൽ കയറ്റാൻ ഉണ്ടാവൂടൂ. സന്തതികൾ ശരിയല്ലെങ്കിൽ തന്തമാരി ചിലപ്പോ ജയിലിൽ പോകേണ്ടി വരും. അച്ഛ ആവശ്യമില്ലാതെ ശോഭിക്കാതെ. ആ അസോസിയേറ്റ് കമ്പനിയുടെ പേരിൽ എനിക്കല്പ കടമുണ്ടെന്നുള്ളത് ശരിയാ.
ആരെ പോറ്റാനാ നീയൊക്കെ നടത്തുന്നേ? ഞങ്ങൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം? അധികം താമസിയാതെ ആ സ്ഥലവും കെട്ടിടവും ഞങ്ങളുടെ കയ്യിൽ വരും. നിങ്ങളുടെ കയ്യിലോ? ആ സ്ഥലം പ്രൊഫസറുടെ വകയല്ലേ? അതെ, അങ്ങേർക്ക് ഇതുപോലെ ഒരുപാട് കെട്ടിടങ്ങളുള്ളതാ. പക്ഷെ ആ വീട്ടിൽ നിത്യ പട്ടിണിയാ. അതെന്താ? എല്ലാം അന്യര് കൈയടക്കി വെച്ചിരിക്കുക. ആരും വാടക കൊടുക്കില്ല. തെങ്ങേന്നൊരു തേങ്ങ പോലും ഗോപാലു സാറിന് കിട്ടില്ല. എന്നാ ആ സ്ഥലം വിലക്ക് തരുമോന്ന് ഇവര്? അത് തരില്ല. ജനിച്ച വീട്ടിൽ കിടന്ന് തന്നെ മരിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ നടക്കുക. പക്ഷേ പണിക്കര സാറിന് ആ സ്ഥലം നോട്ടമുണ്ടെങ്കിൽ പ്രൊഫസർ സാറിനെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അതെങ്ങനെയാ? അതെങ്ങനെയെന്ന് ചോദിക്കണ്ട. അച്ഛനതിൽ മോഹമുണ്ടോ? ആ സ്ഥലം കണ്ട ആരാടാ മോഹിക്കാത്തത്? ഒരു ഓട്ടോമൊബൈൽ കാര്യം തുടങ്ങണമെന്ന് എന്റെ ഒരു സ്വപ്നം. എങ്കിൽ ആ സ്വപ്നം ഫലിച്ചു. നമസ്കാരം ഓണറേ. അല്ല ഉണ്ണിക്കുഞ്ഞോ, ഒരു ചായ എടുക്ക്. കടിക്കാൻ എന്താ വേണ്ടേ? കടിക്കാൻ ഇവിടെ പട്ടിയുണ്ടോ? കുഞ്ഞിന്റെ ഒരു തമാശ. ഇരുന്നാട്ടെ. താൻ എന്നെ ഇരുത്തണ്ട. വാടക വാങ്ങിച്ചോടിച്ചാൽ അമ്മാവൻ എന്നെ പറഞ്ഞയച്ചാ. പ്രൊഫസർ അദ്ദേഹത്തിന് സുഖമാണോ കുഞ്ഞെ? പരമസുഖമാ. ഇടയ്ക്കിടയ്ക്ക് പട്ടിണിയാണെന്നേ ഉള്ളൂ. എടോ, താൻ 1.5 കൊല്ലത്തെ വാടക തരാനില്ലേ? ഒരു മാസത്തെ കാശെങ്കിലും തടോ. അയ്യോ, മനഃപൂർവ്വം അല്ല കുഞ്ഞെ. ഞാനൊരു മറവിക്കാരനാ. വാടക തരേണ്ട തീയതിയാകുമ്പോൾ ഞാനങ്ങ് മറന്നു പോവും. അയ്യോ, അതൊരു വല്ലാത്ത മറവിയാണല്ലോ. ഞാനൊന്ന് ചോദിച്ചാ തരുമോ? വാടകയാണോ? അല്ല, മാപ്പ്. അത് തരുമോന്ന് അറിഞ്ഞിട്ട് വേണം. തന്നെ ഉണ്ടാക്കി വിട്ട തന്തയെ താൻ മറന്നു പോകുന്ന എനിക്ക് ചോദിക്കാൻ. എന്താ വളരെ പട്ടി? ഓടാ ഡബിൾ തണ്ടി. ഞങ്ങളുടെ തറവാട്ടിൽ കൈബലമുള്ള ആണുങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ലടാ നീയൊക്കെ ചട്ടപ്പിത്തരം കാണിക്കുന്നത്. നീ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടേ പോവും. ഒന്ന് പോടോ. പ്രൊഫസർ അമ്മാവന് മക്കളില്ലെന്നേ ഉള്ളൂ. അങ്ങനെ അക്ഷരം പഠിപ്പിച്ച ആമ്പിള്ളേര് നാട്ടിലുണ്ട്. താ സൂക്ഷിച്ചോ. കൊച്ചിരാമ, ചൂടുള്ളടത്ത് മോനേക്ക് ആ ഒഴിക്കണം. ഒഴിക്കും ഒഴിക്കും. പൊള്ളട്ടെ നന്നായി പോയി. അല്ല, ഉണ്ണിക്കുട്ടൻ വാടക വാങ്ങാൻ വന്നതായിരിക്കും. അതെ വ്യാപാരി, ഒരു പൈസ ആരും തരുന്നില്ലെന്ന്. നിങ്ങളെങ്കിലും എന്നെ വെറും കൈയോടെ പറഞ്ഞയക്കരുത്. അതെന്ത് വർത്തമാനമുണ്ട്? ഞങ്ങളുടെ കയ്യിലെ പിച്ച കാശ് കിട്ടിയിട്ട് വേണോ പ്രൊഫസർ അദ്ദേഹത്തിന് ചിലവ് ചെയ്യാൻ? ഇതാ എല്ലാവരുടെയും ധാരണ. കിണറ്റിലെ തവള കുടിച്ചോ കുടിച്ചില്ലയോ എന്ന് ആരറിയാനാ? ദൈവത്തെ ഓർത്ത് 1 മാസത്തെ വാടെങ്കിലും തന്നാട്ടെ. ആ വീട്ടിലെ കഥ വല്ലാത്ത ട്രാജഡിയാണ്. ഉണ്ണിക്ക് ഇത്ര വിവരമില്ലായപ്പോഴല്ലോ എന്നും ഇങ്ങനെ രാമായണം വായിക്കാൻ. പക്ഷെ ഈ കവലയിലെ കച്ചവടക്കാരും വാടക കൊടുക്കുന്ന ജനുവും ഉപ്പുകണ്ടൻ ജോസും ഉത്തരവിട്ടിരിക്കും. ഉപ്പുകണ്ടൻ ജോസ് അറിയില്ല? ആ ജനുവിന്റെ കൂട്ടുകാരനാ. അവന്മാര് പബ്ലിസിറ്റി കമ്പനി ഇട്ടിരിക്കുന്ന നിങ്ങളുടെ കെട്ടിടത്തിലാ. അവന്മാരോട് വാടക വാങ്ങിയിട്ട് പോവാ, ഞാനും തരാം. എടോ, തനിക്ക് വലുത് പ്രൊഫസർ അമ്മാവനാണോ അതോ ഉപ്പുകണ്ടോ പന്തിക്കണ്ടോ ഒക്കെ ആണോ? ഈ കവലയിൽ ഇപ്പോ വലിയവർ ജനുവും ഉപ്പുകണ്ടൻ ജോസുമാണ്. അവർ പറയുന്നത് ഇവിടെ നടക്കും. അവര് നടത്തിക്കോട്ടെ. പക്ഷെ ഏത് വലിയവനും വീഴുന്ന വേറൊരു കണ്ടമുണ്ട്. തനിക്കറിയാം? യമകണ്ഠം. അവിടെ ഒരു കുന്തവും കുത്തി വീഴും. കൊച്ചമ്മേ, ബാല, 1 ലിറ്റർ പാല് കൂടുതൽ വേണം. അദ്ദേഹത്തിന് മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ വരുന്നവർക്ക് ചായ കൊടുക്കാനാ. ക്ഷമിക്കണം കൊച്ചമ്മേ, പാല് കൊണ്ടുവന്നതല്ല. കണക്ക് തീർക്കാതെ നാളെ മുതൽ പാല് തരാൻ പറ്റില്ല. ബാല, നിവർത്തിയില്ലാഞ്ഞിട്ടാ. മാട്ടിനെ കിടന്നാൽ മാത്രം മതിയോ? തീറ്റ കൊടുക്കാൻ കാശ് വേണ്ടേ? ഉണ്ണി വാടക കാശിന് പോയിരിക്കും. അവനൊന്ന് വന്നോട്ടെ. ഈ പല്ലവി എത്ര ദിവസമായി കേൾക്കുന്നതാ? ആ, കൊച്ചുട്ടിയോ? ഉണ്ണി വന്നിട്ട് പണം തരാൻ പറ്റൂ. തുണി അവിടെ വെച്ചോളൂ. പറ്റില്ല കൊച്ചമ്മേ, കാശ് തന്നാലേ തുണി തരാൻ പറ്റൂ. അയ്യോ, അദ്ദേഹത്തിന് മീറ്റിങ്ങിന് പോകാനുള്ളതാ. എനിക്ക് കടയിൽ സാധനം വാങ്ങാനുള്ളതാ. ഈശ്വര, കയ്യിൽ കാശില്ലെങ്കിൽ ആരുടെയെല്ലാം മുന്നിൽ തല കുനിക്കണം. നീ എന്താ ഒറ്റക്കിരുന്നിങ്ങനെ പുരുപുറുക്കുന്നത്? കൈ കാശില്ലെങ്കിൽ ആരുടെയെല്ലാം മുന്നിൽ തല കുനിക്കണം. എന്തുണ്ടായി? ഒന്നുമില്ല. നാളെ മുതൽ ബാലം പാല് കൊണ്ടുവരില്ല. അത്രേ ഉള്ളോ? തേച്ചുകൊണ്ടൊന്ന് തുണി അച്ചുട്ടി തിരിച്ചു കൊണ്ടുപോയി. അതിന് നീ എന്തിനാ വിഷമിക്കുന്നത്? ജീവിതത്തിൽ ഇതൊക്കെ സഹജമാ. എന്നാലും ഇതൊരു വല്ലാത്ത ജീവിതമാണ്. നിനക്ക് മടുത്തുവല്ലേ? ഇല്ല, ഞാൻ പഠിച്ചു. പണമാണ് വലുതെന്ന്. ഈശ്വരൻ ആരെ ഇങ്ങനെ പരീക്ഷിക്കരുത്. ലക്ഷ്മി, എല്ലാവരും ദൈവത്തോട് അപേക്ഷിക്കുന്നത് ജീവിതത്തിന്റെ ഭാരം കുറയ്ക്കണമെന്നാ. ഞാൻ ദൈർഘ്യം കുറയ്ക്കണമെന്നാ പ്രാർത്ഥിക്കുന്നത്. വല്ലതും കിട്ടിയോ ഉണ്ണി? കിട്ടി. ഉഴുത്ത തെറി. ആ കടയും കെട്ടിടമൊക്കെ ഇനി നമ്മുടെ നല്ലതെന്ന് വിചാരിച്ചാ മതി അമ്മാവാ. കൊള്ളാവിടെ, ഇപ്പോഴെല്ലാം പൂർത്തിയായുള്ളൂ. അങ്ങനെ വന്നാലും എനിക്ക് മനക്ലേശമൊന്നും ലക്ഷ്മി. ഞാൻ ആർക്കെല്ലാം എന്തെല്ലാം ചെയ്തവന്. വസ്തുവിന്റെ പേരിൽ വഴക്കിനും വയ്യാതിരിക്കുന്നു എന്നെ കൊണ്ടാവില്ല. ആ മീറ്റിംഗുകാരായിരിക്കും. ഒരു മീറ്റിംഗ്. ബുദ്ധനും ഗാന്ധിയും ഒക്കെ വിചാരിച്ചിട്ട് നന്നാകാത്ത ആളുകളെല്ലാം പ്രസംഗിച്ച് നന്നാക്കാൻ പോണം. ഈ ഫോൺ ആദ്യം കട്ട് ചെയ്യണം. ആ,
അതൊന്നും നാളെയോ നടന്നേക്കാം. സന്തോഷം. വക്കീൽ സാറേ, സാറേ, വക്കീൽ സാറേ, വക്കീൽ സാറേ. എന്താ കാര്യം? നമസ്കാരം. നമസ്കാരം. എന്താ കാര്യം? അയ്യോ, അന്നത്തെ കേസിന്റെ കാര്യത്തിന് ഞാനാ ഫോൺ ചെയ്തത്. ഓ, നിങ്ങളാ ഫോൺ ചെയ്തത്? ക്രിമിനലോ സിവിലോ റേപ്പിങ്ങോ അഥവാ ബലാത്സംഗനമോ ഇതിലേതാ നിങ്ങളുടെ കേസ്? പിന്നെ ഈ ഒരു അതെ, നിങ്ങൾ ഇതിനു മുമ്പ് കോടതി കയറിയിട്ടുള്ളൂ? അകത്ത് കേറിയിട്ടില്ല. കേട്ടാം. കോടതിയുടെ കൂരപ്പുറത്ത് കേറിയിട്ടുണ്ട്. അല്ല, ഓട് മേയാനോ? അയ്യോ അല്ല, ലാത്തി ചാർജിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാ. ബൈ ദ ബൈ, ഇത് കോടതി മുറിയുടെ സാക്ഷി കൂടാണെന്ന് വെച്ചോ. ഓ, ഇവിടെയല്ല, അവിടെ പോ. താനിപ്പോ കൂട്ടിനകത്താ. ചോദിക്കുന്നതിനെല്ലാം വളരെ കൃത്യമായി മറുപടി പറയണം. എന്താ നിങ്ങളുടെ ശരിയായ നെയിം? കൊടാക്കു പാപ്പി. ഒടക്ക് പാപ്പിയോ? അയ്യോ, ഒടക്കല്ല, കൊടാക്കു പാപ്പി. എന്ന് വെച്ചാൽ ഈ കൊടാക്കിന്റെ മകൻ പാപ്പിയോ? അയ്യോ, എന്റെ അപ്പച്ചന്റെ പേര് കൊടാക്കെന്നല്ല, അവറാനെന്നാ. അൺഫോർച്ചുനേറ്റ്ലി സരോജവും കൂട്ടരും വെള്ളം കോരി ഒഴിച്ചപ്പോ താൻ എന്ത് ചെയ്തു? കുറച്ച് വെള്ളം ഞാനങ്ങ് മിഴുങ്ങിപ്പോയി സാർ. അത് വെള്ളം ദാഹത്തിന് പറ്റിയതാ. ബൈ ദ ബൈ, അവളിൽ നിന്നും നിങ്ങൾ എന്ത് പരിഹാരമാണ് പ്രതീക്ഷിക്കുന്നത്? അതേ, അത് പറയാൻ എനിക്ക് നാണമാ. സൗകര്യം കിട്ടുമ്പോ ഞാൻ തന്നെ അവളോട് പറഞ്ഞോളാ. ചിരിക്കാതെ, ബൈ ദ ബൈ, താൻ അവളെ മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചെന്നത് ശരിയാണോ? അയ്യോ അല്ല സാർ, അവക്ക് മാന ഉണ്ടായിട്ട് വേണ്ടേ മാന ഭംഗപ്പെടുത്താൻ? അയ്യോ, വക്കീലത്തെ വന്നേ. അപ്പൊ താനാരാ? ഓ, ഞാൻ കുമത്തനാണോ? വന്നേരോ, വാ. ഇരുന്നാട്ടെ. ഞാൻ അനീതിക്ക് കൂട്ടുനിൽക്കില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതിലെന്താണ് സാറേ അനീതി? ജ്യോതി എന്റെ ഒരേ ഒരു അനുഗ്രഹങ്ങളാ. അവളുടെ പഠിത്തം പൂർത്തിയായ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. അതൊക്കെ നാളത്തെ കാര്യം. ഇപ്പോ ജ്യോതിയുടെ പേരിൽ കിടക്കുന്ന പണമെടുത്ത് നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറല്ല. ഞാൻ അന്യനാട്ടിലായിരുന്നുകൊണ്ടാ അവിടെ രക്ഷകർത്താവായി കോടതി നിങ്ങളെ നിയമിച്ചത്. അല്ല, കാറപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ജ്യോതിയുടെ അച്ഛനും അമ്മയും മരണമൊഴിയിൽ അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് അവരുടെ ആത്മാക്കൾ വഞ്ചിക്കാൻ ഞാൻ തയ്യാറില്ല. വക്കീൽ സാർ ഇങ്ങനെ വാശി പിടിക്കരുത്. ആ കവലയിലെ കണ്ണായ ഒരു സ്ഥലം എന്റെ കയ്യിൽ വരാൻ പോവുക. അത് കിട്ടിയ പിറ്റേ ദിവസം തന്നെ എനിക്ക് ബിസിനസ് തുടങ്ങാം. ആരോരുമില്ലാത്ത ആ പാവം പെൺകുട്ടിയുടെ പണം കൊണ്ടല്ല നിങ്ങൾ ബിസിനസ് തുടങ്ങേണ്ടത്, അധ്വാനിച്ചുണ്ടാക്കണം. തന്റെ ഉപദേശം കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കിട്ട് കോല് വെച്ചാലുണ്ടോ? ഭീഷണിയാണ്. മനുഷ്യ, ബംഗ്ലാവിൽ താമസിക്കാൻ അനുവാദം തന്നത് കൊടുത്തലേക്ക് കൊത്താൻ നോക്കരുത്. ജ്യോതിയുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവൾ വിവാഹിതയായാലേ ആ പണമെടുക്കാൻ അവൾക്ക് പോലും അവകാശമുള്ളൂ എന്ന് ഓർമ്മ വേണം. താൻ എന്നെ ഒരു പുല്ല് ഓർമ്മിപ്പിക്കണ്ട. അവകാശം ആരാണെന്ന് ഞാൻ കാണിച്ചുതരാം. അമ്മായി, അമ്മായി, അമ്മാവൻ എങ്ങോട്ടാ കൊടയും മടിയായിട്ട് പോയത്? പോസ്റ്റ് ഓഫീസിലേക്ക്. പെൻഷൻ കാശിന് ഒരാഴ്ചയായിട്ട് നടപ്പല്ലേ. നന്നായി. ശമ്പളം കിട്ടാത്തോണ്ട് ധനകാര്യമന്ത്രി സത്യാഗ്രഹം ഇരിക്കുക. പിന്നല്ലേ കണ്ടം ചെയ്ത പെൻഷൻകാരുടെ കാര്യം. ഈ മാസവും കിട്ടൂല. നീ കരുനാക്കൂടൊന്നും പറയാതെ. നീ പലചരക്കടയിൽ പോയോ? പോയി. കുറച്ച് കാശ് കൊണ്ട് കൊടുത്താ ഒരാഴ്ചത്തേക്കുള്ള അരി സാധനവും തരാമെന്ന് പറഞ്ഞു. എന്തായാലും അമ്മാവനിങ് വരട്ടെ. അമ്മായി, ഞാൻ ആശുപത്രി വരെ പോയാലോ എന്ന് ആലോചിക്കുക. നിനക്കെന്താ അസുഖം? ഒന്നുമില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ എന്റെ ഒരു കിഡ്നി കൊടുക്കാന്ന് വെച്ചു. നല്ല വില കിട്ടും. ശരിയാ, പത്രത്തിൽ കണ്ടു. എന്നാ അമ്മായിടുന്ന് കൊടുത്തൂടെ? പോടാ അവിടുന്ന്. പിന്നല്ല, നല്ലൊരു തിരുവോണമായിട്ട് ഒരു പിടി ചോറ് നേരെ ഉണ്ണണ്ടായോ അമ്മായി? നീ ഇവിടെ ഇരിക്ക. പണയം വെച്ചോ വിറ്റോ കടയിൽ കാശ് കൊടുക്കണം. വേണോ അമ്മായി? വേണം. എളുപ്പ സാധനം വാങ്ങിച്ചോണ്ട് വാ.
1 വെച്ചാൽ 10, 10 വെച്ചാൽ 100. നോക്കി നിന്നാൽ കാശ് കിട്ടില്ല. കാലി വന്നാൽ കമ്പനിക്ക്. കള്ളമില്ല, കപടമില്ല, കടപ്പത്ര കുംഭകോണമില്ല. നോക്കി നിന്നാൽ കാശ് കിട്ടില്ല. വൈ രാജാ വൈ. എന്താ ഉണ്ണി ഒരു കൈ വയ്ക്കുന്നോ? അയ്യോ ഇത് നിലവിളക്കും പാത്രവും പണയം വെച്ച കാശാ. അതിനെന്താ ഭാഗ്യം ഉണ്ടെങ്കിൽ വെക്കുന്നതിന്റെ 10 ഇരട്ടി കിട്ടില്ലേ? എവിടെ കിട്ടായത് കളിപ്പീരാന്നേ. കിട്ടാഞ്ഞിട്ടാണോ ഇത്രയും കഴുതലോടെ കുത്തിയിരിക്കുന്നത്? ആ വൈ രാജാ വൈ. വൈ രാജാ വൈക്ക്. സത്യമായിട്ട് കിട്ടുമോ? കിട്ടാഞ്ഞിട്ടാണോ ഇത്രയും കഴുതലോടെ കൂടിയിരുന്ന് എന്നാ കളിക്കുന്നത്? ഞാനും ഇരിക്കാം. ആ വൈ രാജാ വൈ. പലർക്ക് ഇടയിൽ 100 രൂപയെങ്കിലും കൊടുത്താലേ സാധനം തരൂ. പണയം വെച്ചിട്ട് ആകെ കിട്ടിയത് 50 രൂപയാ. അപ്പൊ കടയിലെ കാര്യം നടക്കില്ലല്ലോ. ഒരു കൈ വെച്ച് നോക്ക്. 50-100 കിട്ടണമെങ്കിലോ? അതൊരു ബുദ്ധിയാ. 50 രൂപ കടയിലും കൊടുക്കാം, 50 കയ്യിലും എടുക്കാം. ഏതായാലും കുട്ടപ്പയ്ക്ക് ഒരു തൊഴിൽ കണ്ടുപിടിച്ച നാട്ടുകാർക്ക് സംശയമുണ്ടോ? രക്ഷയുണ്ടോ? ശിവൻകുട്ടി ജയിലിൽ പോയതിനു ശേഷം കുട്ടപ്പ ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത്? ആ വൈ രാജാ വൈ വൈ. ആ ഞാൻ ആദ്യം ഒരു 20 വെച്ച് നോക്കാം. 20 വെച്ചാൽ 40. ആണോ? ആ വേഗം വെക്ക്, വേഗം വെക്ക്, വേഗം വെക്ക്. ആ. ആ ആ പോയല്ലോ ചേട്ടാ. നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. കമ്പനിക്കാണ് ലഭിച്ചിരിക്കുന്നത്. പേടിക്കാതെ ഇനി ഒരു 20 കൂടെ വയ്ക്കേ. പോയതെല്ലാം പിടിക്കാം. ശരി 20 എങ്കിൽ 20. മുടിഞ്ഞല്ലോ ഭഗവാനെ. ഏത് കാര്യം ഒന്നിൽ പഴിച്ചാൽ 3 ശ്രീപത്മനാഭ. ദാ, ഇതും കമ്പനിക്കാണ് വെച്ചിരിക്കുന്നത്. അനിയാ റെയിൽ ഇറക്കുന്നതിന് മുമ്പ് വീട്ടിൽ ചെല്ല് ചെല്ല്. ആ, ഇനി കാശ് തരാം. ഇത്രയും നേരമായിട്ട് ഉണ്ണിയെ കാണാനില്ലല്ലോ. അവനൊരു മക്കുണനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഏത് വഴിക്ക് പോയാലാ ഗുണം പിടിക്കുന്നേ? കഞ്ഞിക്ക് വെള്ളം ഇട്ടോടാൻ പറഞ്ഞിട്ട് പോയവന്. വിശപ്പ് കയറുമ്പോഴേ അവന് വീടിനെ കുറിച്ച് ചിന്തയുണ്ടാവും. ഏതായാലും ഞാനെന്ന് പറഞ്ഞാൽ ഭാവിക്കുന്നില്ല. നീയും ഇറങ്ങണ്ട. ആരാണ് അവിടെ പൊങ്ങും താഴെയും ചെയ്യുന്നത്? ആരാണെന്നാ ചോദിച്ചത്? ഞാനാണ്. നീ ഇതുവരെ എവിടെയായിരുന്നു ഉണ്ണി? പറയാം. അമ്മ ഒരു കാര്യം ചോദിച്ചാൽ തരുമോ? മാപ്പായിരിക്കും. അല്ല അമ്മാവാ, കുറച്ച് വെള്ളം. ഞാൻ കാശും കൊണ്ട് പലചരക്കടെ ചെന്നപ്പം റോഡിലെ ആൾക്കൂട്ടം. എന്താ കാര്യം? നമ്മുടെ മുച്ചീട്ടുകളിൽ കുട്ടപ്പൻ റോഡിൽ ചത്ത് കിടക്കുക. ശവം കുഴിച്ചിട ആരുമില്ല. ഞാൻ കയ്യിലുണ്ടായിരുന്ന കാശ് കൊടുത്ത് ശവം കുഴിച്ചെടുപ്പിച്ചു. നന്നായി കുഞ്ഞ്, ഒരു നല്ല കാര്യമാണ് ചെയ്തത്. ലക്ഷ്മി, ഇനി ഇതിനെ വഴക്ക് പറയുന്നത് മഹാപാപമാണ്. അയ്യോ അമ്മായി, എന്നെ കൊല്ലുന്നു. അയ്യോ, അവനൊന്നും ചെയ്യരുത്. എടാ കുട്ടപ്പൻ ചത്തുപോയി അല്ലേ? അകത്തോട്ട് നോക്കണം നാറി. ഉണ്ണി ചീട്ട് കളിച്ച കാശ് കുട്ടപ്പൻ അപ്പഴേ കൊണ്ടുവന്ന് തന്നു. അതുകൊണ്ടാ ചോറുണ്ടാക്കിയത്. നീ വന്ന് ഊണ് കഴിക്കും. ഒരു തുള്ളി വെള്ളം കൊടുത്തു വരുന്നു. മതി മതി, നീ വന്ന് ഊണ് കഴിക്കുക. വാ. വല്ലാത്ത ജന്മം. ഫിഷ് ഉണ്ടോ അമ്മായി? എല്ലാവരും ഒറ്റക്കെട്ടായി വാട കൊടുക്കാതിരുന്നേരം ഈ പാർട്ടി. ഗോപാലൻ സാർ ഞങ്ങളുടെ പേരിൽ കേസ് കൊടുത്താലോ? കേസിന്റെ കാര്യമൊക്കെ അച്ഛൻ നോക്കിക്കോളൂ. നിങ്ങൾ ധൈര്യപൂർവ്വം ഞങ്ങളോടൊപ്പം നിന്നാ മതി. പക്ഷേ വേറൊരു കാര്യമുണ്ട്. അതെന്താ? ഗോപാല സാറ് 1 സെന്റ് ഭൂമി പോലും എഴുതരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എടോ, ഞങ്ങളുടെ മാസ്റ്റർ പ്ലാന്റെ ആദ്യഘട്ടമേ ആയിട്ടുള്ളൂ. അടുത്ത പ്രയോഗത്തിൽ പ്രൊഫസർക്ക് തറവാട്ടിൽ താമസിക്കാനൊക്കില്ല. അതെന്ത് പ്രയോഗമാ? എന്റെ പൊന്നാശാനെ, കാണാൻ പോണ പൂരം പറഞ്ഞ നാറ്റിക്കണോ? അങ്ങനെ പറഞ്ഞൂടെ? ഇതൊക്കെ ചെയ്ത് ഞങ്ങൾക്കത് നിങ്ങൾക്ക് ആ നേട്ടം ഓരോരുത്തരുടെയും കടയിരിക്കുന്ന സ്ഥലം പണിക്കർ സാർ ഫ്രീ ആയിട്ട് എഴുതി തരും. അത് മതി. അപ്പം 2ാം ഘട്ടം നാളെ. നമസ്കാരം. നമസ്കാരം. മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ ഗ്രന്ഥശാല യൂണിയന്റെ ആളുകളാ. ഓഹോ, ഇരിക്കൂ. ഈ പ്രദേശം സാക്ഷരതയിൽ വളരെ പിന്നോക്കമാണെന്ന് സാറിനറിയാമല്ലോ. സർക്കാരിന്റെ കണക്കിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ കണക്കൊന്ന് മാറ്റിയെടുക്കുവാൻ വേണ്ടിയാ ഞങ്ങൾ ഇവിടം കേന്ദ്രമാക്കി പ്രവർത്തിക്കാൻ പോകുന്നത്. ഒരു നല്ല ഗ്രന്ഥശാല, വയോജന ക്ലാസ് എല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. നല്ല കാര്യം. സാറിന്റെ എല്ലാവിധ സഹായങ്ങളും പ്രതീക്ഷിക്കാമല്ലോ. ഞാനിപ്പോ ശരിക്കും കെട്ടടങ്ങിയ മനുഷ്യനാണ്. കൈമുതലാണെങ്കിൽ പ്രാരാബ്ധവും അനാരോഗ്യവും മാത്രം. സാറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കറിയാം. അതിന്റെ കൂടെ ഇന്നലെ പെട്ടെന്ന് എന്റെ വീട്ടുകാരിക്ക് ഒരു നെഞ്ചുവേദന. ഒരു ടാക്സി പിടിച്ച് ആശുപത്രി വരെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാർ അവരൊന്ന് വിളിച്ചാട്ടെ. കാറുണ്ട്, ഏത് ആശുപത്രി വേണമെങ്കിലും പോവാം. നിങ്ങളുടെ സന്മനസ്സിന് നന്ദി.
ഇനിയിപ്പോ എങ്ങും കൊണ്ടുപോകണ്ട. കുറെ ആശ്വാസമുണ്ട്. ഇതിരിക്കട്ടെ സാർ, 2000 രൂപയുണ്ട്. എന്തിനാ ഇത്? ഇരിക്കട്ടെ. ഇത് പ്രതിഫലമായോ അഡ്വാൻസ് ആയോ സാർ കണക്കാക്കണ്ടേ? ഞങ്ങൾക്കൊരു ഷെഡ് കെട്ടാൻ ഒരു 15 അടി സ്ഥലം സാറ് വിട്ടു തരാം. ഈ കാമ്പൗണ്ടിനകത്തും? സാറിന്റെ കാമ്പൗണ്ടിനേക്കാൾ ഒരു സരസ്വതി നിലയത്തിന് പറ്റിയ സ്ഥലം വേറെ ഏതാണെന്നേ. സാറ് തന്നെ ഗ്രന്ഥശാല ഉദ്ഘാടനവും ചെയ്തു. തർക്കം ഒന്നും പറയരുത്. ആ കാലത്തോട്ട് നമസ്കരിക്കുക. ഞങ്ങളെ ശിഷ്യന്മാരായി കണ്ടാ മതി. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഈ കാച്ചങ്ങോട്ട് പിടിക്കേ. അമ്മാവ എത്രയും വേഗം ആശുപത്രി പോയേ പറ്റൂ. അമ്മാവി നെഞ്ചോരോണ്ട് തുടിക്കുക. അനിയ അവരെ കാറിലോട്ട് കയറ്റും. പേടിക്കണ്ട, നമുക്ക് പോകാം. കാശിന്റെ കാര്യത്തിൽ വിഷമിക്കണ്ട. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ടാ സാറേ, ഞങ്ങൾ മനുഷ്യരാ. ഒരു ജീവൻ പിഴയുന്നതായിട്ട് ഞങ്ങൾ പോവില്ല. സാറേ, എന്താണ്? നമ്മൾ അയച്ച സാക്ഷരന്മാര് ബുദ്ധിയുള്ളവരാ. നല്ല മുഹൂർത്തത്തിലാ പ്രൊഫസറെ കണ്ടത്. സ്ഥലം കിട്ടിയോടാ? സ്ഥലവും കിട്ടി, ഷെഡിന്റെ പണിയും തുടങ്ങി. പ്രൊഫസറും ഭാര്യയും എത്തുന്നതിന് മുമ്പ് ബോർഡും വെച്ച് നോക്കി കച്ചവടം തുടങ്ങി. ആനക്കാലം കുപ്പിന്ന് ഒരു ഗ്ലാസിങ് ഇട്. ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ കുടിച്ച് ഉദ്ഘാടനം ചെയ്തേക്കാം. എന്നും കിട്ടണേ, കഴിക്കണേ. എന്തൊരു ചതിയാ ഇത്? ഇതാണോ സാക്ഷരത? ഇതിനേക്കാൾ എന്നെ കൊല്ലടാ. സാറ് വെറുതെ ബഹളം വയ്ക്കാതെ ഞങ്ങൾ പണം തന്നിട്ടാ സ്ഥലമുണ്ട്. നീയൊക്കെ ഇവിടെ എന്നെ വഞ്ചിക്കരുതല്ലേ? ഗ്രന്ഥങ്ങൾ വാറ്റിയാണോ ചാരായം ഉണ്ടാക്കുന്നത്? നിന്നെ ഒന്ന് ഈശ്വരൻ വെറുതെ വിടില്ലടാ. അമ്മച്ചേ, സുഖമില്ലാത്ത ആളല്ലേ, ഒറ്റ വെച്ച് ശരീരം നടക്കാതെ വിളിച്ചോണ്ട് പോ. സാറിന് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. പട്ടികളായി. അയ്യോ, അമ്മ. ഈ ആവാസം പറയുന്നത് നേരെ നമ്മൾ ആളല്ലേ, ഇങ്ങോട്ട് വന്നേ. അമ്മാവൻ പോണം. പിന്നെ പൊട്ടനെ ചെട്ടി ചേച്ചാ ചെത്തിയ ദൈവം ചതിക്കുന്ന. അല്ല, അറിഞ്ഞൂടെങ്കിൽ പറയുന്നേ ഉള്ളൂ. ഓ, ഒരു തെണ്ടികളെയും കാണുന്നില്ലല്ലോ കളിക്കാൻ. നമ്മളൊക്കെ പോരെ. നിന്റെ കാര്യമല്ലേ കാശുള്ള തെണ്ടികളുടെ കാര്യം. അല്ല മാഷേ, കയ്യിലുള്ള മണിയാറിന്റെ കാശ് വിശ്വസിച്ച് ചീറ്റിന്റെ പുറത്ത് വെച്ചാൽ 10 ഇരട്ടിയാക്കി തരാം. കുട്ടപ്പനൊരു എഴുത്തുണ്ട്. എനിക്കോ? വായിച്ചേ. വായിക്കേ. പ്രിയപ്പെട്ട കുട്ടപ്പൻ, അടുത്ത ശനിയാഴ്ചയോടെ എന്റെ ശിക്ഷ കഴിയുകയാണ്. പക്ഷെ നാട്ടിലേക്ക് സഭാഷ് വായിച്ചേ. പല നന്ദികെട്ട ദ്രോഹികളുടെയും മുഖമാണ് ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത്. എങ്കിലും എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയില്ല. അതിനുവേണ്ടി മാത്രം ഞാൻ വരും. ഞായറാഴ്ച ഉച്ചയ്ക്ക് നീ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകണം എന്ന് ശിവൻകുട്ടി. എടാ, ശിവൻകുട്ടി വരുന്നുണ്ടല്ലോ. നമ്മുടെ ശിവൻകുട്ടി വരുന്നുണ്ട്. ശിവൻകുട്ടി വരുന്നു. ഇത് ഉണ്ണി, പ്രൊഫസർ അദ്ദേഹത്തിന്റെ അനന്തരൻ. സാറിന് സുഖമാണോ? സുഖമാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കാം. ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയതില്ലേ, നമുക്കൊന്ന് ആഘോഷിക്കണം. പിന്നെ ഒന്ന് കാര്യമായി ചിന്തിക്കണം. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടില് ഒരാൾ കൂടി കഴിയാം. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വേണ്ട, ഞാനിവിടെ നിന്ന് ശരിയാവില്ല. ആ ജനുവിന്റെയും കൂട്ടരെയും കൊലച്ചെറിയാ എന്നെ ജയിലിൽ കയറ്റിയത്. ഇവനൊക്കെ മനുഷ്യരാണോ ശിവൻകുട്ടി? ഞങ്ങളുടെ തറവാട് വളപ്പിൽ ചാരായക്കട തുടങ്ങി വെച്ചത് എവനാ. ഇപ്പൊ കുടിയന്മാരെ പേടിച്ച് വെട്ടുകത്തിയും തലയ്ക്ക് വെച്ചോണ്ടാ വയസ്സിന് കിടന്നുറങ്ങുന്നത്. അപ്പോഴവൻ ഈ നാട് അടക്കി ഭരിക്കുകയാണല്ലേ? ഒന്നും പറയണ്ട. അവൻ ഒറ്റ കീറി കീറിയിട്ട് ജയിലിലേക്ക് വന്നാലെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ദേ ഒരു കാര്യം, ഭാഗ്യത്തിന് ശിവൻകുട്ടിയെ നമുക്ക് കിട്ടി. ഇനി ജയിലിന്റെ കാര്യം പറയാതെ. ഇവിടുത്തെ കഥകൾ കേട്ടിട്ട് ജയിലാണ് ഭേദം തോന്നുന്നു. ശിവൻകുട്ടി, എന്റെ അമ്മാവനെ ഒന്ന് കാണണം. ഞാൻ വരില്ല. എത്ര വലിയ മനസ്സുള്ളവരായാലും ശിക്ഷ കഴിഞ്ഞ് വരുന്ന ഒരുത്തനെ എങ്ങനെ കാണുമെന്ന് എനിക്കറിയാം. സാറിന്റെ ഗുരുവാണ്. എനിക്ക് കാണണമെന്ന് തോന്നുമ്പോ ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് കണ്ടോളാം. ഒളിച്ചുകളിയൊക്കെ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ.
പുതുമ മുതിരും ലലലാ ലലലാ മിഴിയിൽ പൂത്തിരി വിടരും ലലലാ ലലലാ ഉലകം വിരിയും പുതുമ തിരയും നേരം പുതിയ പുലരി പുതിയ മുകുളം പുതിയ മധുരം പുതുമാനസം ചെല്ല പൂങ്കുയിലുകളെ ഉണരും വർണ്ണ പുല്ലാങ്കുഴൽ നീട്ടിപ്പാടൂ സംഗീത കിളിമകളെ കൂടി നിന്റെ പുള്ളോർ കുടവുമായി പോരൂ ലാ 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 ലാ. ആയിരം വർണ്ണങ്ങളിലാലോലം മുങ്ങിപ്പൊങ്ങി താരും തളിരുന്നുള്ളും താരുണ്യമേ ആയിരം വർണ്ണങ്ങളിലാലോലം മുങ്ങിപ്പൊങ്ങി താരും തളിരുന്നുള്ളും താരുണ്യമേ ഒഴിഞ്ഞി പുതുമഴ മലരിൽ നനയും കുളിർമൊഴി ചുണ്ടിൽ ഒരനുരാഗ ഗാനമുണരും നേരം പതിയലിഞ്ഞ മനസ്സമുലഞ്ഞ ഹൃദയം നിറയെ രോമാഞ്ചം ചെല്ലപ്പൂങ്കുയിലുകളെ ഉണരും വർണ്ണ പുല്ലാങ്കുഴൽ നീട്ടിപ്പാടൂ സംഗീത കിളിമകളെ കൂടെ നിന്റെ പുള്ളോർ കുടവുമായി പോരൂ നീലയിൽ കവിതയുമായി ഉയരുണരും പെൺകൊടികൾ കരളിനുള്ളിൽ മധുകണവും ചൊടികളിൽ മധുരവുമായി ചെല്ലപ്പൂങ്കുയിലുകളെ ഉണരും വർണ്ണ പുല്ലാങ്കുഴൽ നീട്ടിപ്പാടൂ സംഗീത കിളിമകളെ കൂടെ നിന്റെ പുള്ളോർ കുടവുമായി പോരൂ. പിന്നെ എന്താ വാച്ച്മാൻ? ഒരു ടെലഗ്രാം ഉണ്ട്, ഹോസ്റ്റലിൽ നിന്ന് മാഡം തന്നയച്ചത്. അങ്കിൾ സീരിയസ്? മോളെ അമ്മാവൻ തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റിദ്ധാരണയില്ല. അസുഖം സീരിയസ് ആയതിന്റെ മരുന്നല്ലേ ഇതെല്ലാം? അയ്യോ മോളെ, അമ്മാവൻ ലോ പ്രഷറാ. ഇടയ്ക്കിടയ്ക്ക് അല്പം ഡ്രിങ്ക്സ് ഡോക്ടർ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതാ. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ ഇങ്ങനെ ടെലഗ്രാം അടിച്ച് ടെൻഷൻ പിടിപ്പിക്കണ്ടായിരുന്നു. ക്ഷമിക്കും മോളെ, ഇന്നലെ എന്റെ ജീവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന നിലയിലായിരുന്നു. നിർഭാഗ്യത്തിന് നിന്നെ ഒരു നോക്ക് കാണാതെ ഞാൻ മരിച്ചുപോയെങ്കിലോ. ആ ദുഃഖം കൊണ്ടാ കമ്പിയെടുപ്പിച്ചത്. ഏതായാലും കണ്ടല്ലോ, ഞാൻ തിരിച്ചു പോവാ. എന്റെ മോൾ അങ്ങനെ പോരുത്. നമ്മുടെ വക്കീലിന്റെ മുമ്പിൽ വെച്ച് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനി ഒരു തവണത്തേക്ക് മാറ്റിവെച്ചാൽ അന്ന് ഞാൻ ഉണ്ടായെന്ന് വരില്ല. ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ. അമ്മാവും വക്കീലിനെ വിളിപ്പിക്കണം. അദ്ദേഹം ഡൽഹിയിലാ. നാളെ വരൂ. എന്റെ മോള് പോയി കുളിച്ച് ഭക്ഷണം കഴിച്ച് അല്പം വിശ്രമിക്ക. ആ മോനെ, നീ അവളുടെ മുമ്പിൽ എടുത്തിയാട്ടൊന്നും കാണിക്കരുത്. വളരെ നയത്തിൽ വേണം കാര്യങ്ങൾ സാധിക്കാൻ. എന്റെ അച്ഛൻ എന്തിനാ ജ്യോതി ഇങ്ങനെ ഭയപ്പെടുന്ന? ഈ ലോകത്ത് അവക്ക് നമ്മളല്ലാതെ മറ്റാരുമില്ല എന്ന് അവൾ കൂടെ തോന്നണ്ടേ? ഞാനൊന്ന് സംസാരിച്ചു കഴിയുമ്പോ അതൊക്കെ ഉണ്ടായിക്കോളും. ആ, ഏതായാലും നീ അവൾ വന്ന വണ്ടി പറഞ്ഞു വിട്. ചെല്ല്. ഇത്രയ്ക്ക് വിവരമില്ലാതായിപ്പോയല്ലോ. എന്താ? എന്താന്നോ? എന്തിനാ മുറിക്കകത്തേക്ക് വന്നത്? എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. ഇത് കൊള്ളാം. ആര് പറഞ്ഞ് വേണ്ടാന്ന്? എന്നാലൊന്ന് പുറത്തേക്ക് പോണം. നീ ആരോടെ ഈ ചൂടാവുന്നേ? പിന്നെ കുറച്ചു മുമ്പ് നീ അച്ഛനോട് സംസാരിച്ച ഭാഷ ഉണ്ടല്ലോ, സത്യം പറയട്ടെ, വിദ്യാഭ്യാസമുള്ളവർക്ക് ചേർന്നതല്ല. ഇവിടെ നടക്കുന്ന എല്ലാ വിവരങ്ങളും നാട്ടുകാർ എനിക്ക് എഴുതുന്നുണ്ട്. ഓഹോ, ഇപ്പോഴേ ഈ നിരീക്ഷണമാണെങ്കിൽ വിവാഹത്തിന് ശേഷം ഞാൻ ആകെ വിഷമിച്ചു പോവല്ലോ. വിവാഹമോ? ആരുടെ? അറിഞ്ഞില്ലേ? നമ്മുടെ. അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ അതിന് എന്നെ കിട്ടില്ല. അല്ല, നീ ആര്? ഇന്ദ്രാണിയാ? ഒന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത്.
എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. എനിക്കൊന്നും കേൾക്കണ്ട. എന്താ ചെവി പൊട്ടായിപ്പോയ? ഇനി ഞാൻ വന്ന് I say you get out. വ്യാപാരി പിന്നെ വന്നിരിക്കുകയാണ്. ഇന്നലെ വീട്ടിൽ നിന്ന് ഉടുതുണി വരെ കട്ടുകൊണ്ടുപോയി. പൈസയോ 1 മണി അരിയോ അവിടെ ഇല്ല. ഇന്നലെ കഞ്ഞിയും വെച്ചില്ല. അതിന് ഞാൻ എന്ത് വേണം? ഒരു നേരത്തെ കഞ്ഞിക്കുള്ള അരിയെങ്കിലും തന്നേ പറ്റൂ. തന്നില്ലെങ്കിലോ? ഞാൻ എടുക്കോടോ. എത്ര മാസത്തെ വാടക താൻ തരാനുള്ളൂ? ഞാൻ എടുക്കോടോ. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. ഞാനിതും കൊണ്ടേ പോകും. വാടക കൊടുക്കടാ. കൊടുക്കാൻ നീ ആരാ വാടക പിടിക്കാൻ? എന്റെ പൊന്നു സാറേ, എന്നെ രക്ഷിക്കണം. ഫോട്ടോ എടുക്കാൻ വന്നതാണ്. ഞാൻ എന്നെ ഇതിനകത്തിട്ട് കൂട്ടിക്കളഞ്ഞു. ഞാൻ വീട്ടിൽ കൊടുത്തോളാം. കൊടുക്കാം സാറേ, കൊടുക്കാം സാറേ. ഞാൻ വീട്ടിൽ കൊടുത്തോളാം. ശിവൻകുട്ടി, ഈ മുറ്റത്ത് എത്ര ആളാ ഇങ്ങനെ? എങ്ങനെയുണ്ടമ്മാവാ? അടി ചെയ്യുന്ന ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യില്ല. അയ്യോ ജോസേ, നമ്മൾ അങ്ങോട്ട് ചെല്ലാതിരുന്നാൽ അത് ശിവൻകുട്ടിയെ ഭയന്നിട്ടാണെന്ന് പറയും. പറഞ്ഞോട്ടെ, ജോസറ്റൻ വല്ലപ്പോഴല്ലേ ഇങ്ങോട്ട് വരുന്നത്? ജനുവിന് പോണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ. മോളി പറയുന്നത് വീട് എത്തുമ്പോ വീണ വായിക്കും പോലെയാ. ജനുവാണ് കാര്യം അറിയാതെ സംസാരിക്കുന്നത്. ആ ശിവൻകുട്ടിയുടെ വൈരാഗ്യം മുഴുവനും ജോസറ്റന് നേരെയാ. നീ എന്തിനാ പേടിക്കുന്നത്? ഒരിക്കൽ എന്നോട് കളിച്ചതിനാ 2-3 വർഷം കൊമ്പടിഞ്ഞകത്ത് കിടന്നത്. മനസ്സിലായി? രണ്ടും നല്ല യോഗ്യന്മാരാ കേട്ടോ. അപ്പച്ചനെ പാമ്പ് കടിച്ച അത്താഴം ലാഭിക്കാമല്ലോ. ആരെങ്കിലും വന്നൊന്ന് തിരിഞ്ഞു നോക്കിയോ?
പാപ്പയ്ക്ക് തല്ല് കിട്ടിയോ? ഏയ്, എന്നെ ആരും തല്ലത്തില്ല. പിന്നെ ഒരു തൊഴി കിട്ടി. തൊഴി കൊണ്ടുവരല്ലേ എനിക്ക് സങ്കടം. ജനുക്കുട്ട അടച്ചിട്ടിരുന്ന കിളി കൂടും പൊളിച്ചു പോയല്ലോ. കിളിയോ? അതിനെ ഈ കിളി എന്ന് പറഞ്ഞ ഒരു കോഡ് വേട അല്ലേ? ആ, മനസ്സിലായി. കോടമ്പാക്കത്ത് കിടന്ന് കൊറേ കിളിപിടുത്തം കഴിഞ്ഞിട്ടല്ലേ ജനു ഇങ്ങോട്ട് വന്നത്. ഇത് വല്ലതും ആ ജ്യോതിയുടെ ചെവി കിട്ടിയ കല്യാണം നടന്നതുപോലെ തന്നെ. ആ അതൊക്കെ പോട്ടെ. എടാ പാപ്പി, ആ റേഷൻ കടക്കാരൻ വാട കൊടുത്തു കേട്ടു. ആ, എല്ലാവരും തല്ലുകൊണ്ടപ്പോ കാലു മാറി. കിട്ടിക്കാണും. ഞാൻ വാടക അങ്ങോട്ട് കൊണ്ട് കൊടുക്കാതെ പറഞ്ഞോണ്ട് ഒറ്റ തൊഴിയേ കിട്ടിയുള്ളൂ. എടാ ചെറ്റ്, ദേ വിളിക്കണു. ഇയാളെ വിളിച്ച് ഏ? തന്നെ. പണിക്കർ സാറിന് മുമ്പിൽ എന്റെ മാനമാ പോകുന്നേ. അതുണ്ടെങ്കിലല്ലേ പോകൂ. ആരാ അകത്തെ ഒരു ഗുഡ് മോർണിംഗ് പണിക്കർ. ജ്യോതി എവിടെ? എന്തിനാ ഇനി അവളെ കാണാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. മിസ്റ്റർ പണിക്കർ, നിങ്ങൾക്ക് എന്താ സമനില തെറ്റിപ്പോയോ? എനിക്ക് ആ കുട്ടിയെ കൊണ്ട് ചില പേപ്പറുകൾ ഒപ്പിടിക്കാനുണ്ട്. വോട്ടർ കൊടുക്കാനാ. നിങ്ങൾ എന്തെല്ലാം ഒപ്പിടിച്ചാലും രക്തബന്ധത്തിന് സ്ഥാനമുണ്ട്. അവളുടെ രക്ഷകർത്താവ് ഞാൻ തന്നെയാ. ജ്യോതി അതിന് സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ഞാൻ പറയുന്നത് തന്നെയാ അവളുടെ സമ്മതം. ഇല്ല അമ്മാവാ, എന്റെ കാര്യം തീരുമാനിക്കേണ്ടത് ഞാനാ. ഏ, ഇയാളുടെ പഞ്ചാരവാക്കൊക്കെ വിശ്വസിച്ചാൽ അവസാനം നിന്റെ സ്വത്തൊക്കെ ഇയാള് കൊണ്ടുപോകും. എന്റെ അച്ഛനും അമ്മയും അന്ത്യനിമിഷത്തിലും അദ്ദേഹത്തെ വിശ്വസിച്ചു. ഞാനും വിശ്വസിക്കുന്നു. അപ്പൊ നീ എന്നെ അനുസരിക്കില്ലല്ലേ? ഞാൻ എന്ത് ചെയ്യണം സർ? മിസ്റ്റർ പണിക്കർ, നിങ്ങൾ ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ഭീഷണി ആയാൽ ഞാനൊരു നടപടി എടുപ്പിച്ചെന്ന് വരും. ഐ ആം റിയലി സീരിയസ്. വെറുതെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ അച്ഛനും മകനും പറ്റിയ ഒരു താമസസ്ഥലം കണ്ടെത്തുന്ന നല്ലത്. ഞാൻ താമസം മാറ്റണമല്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല. കയറി താമസിക്കാൻ അനുവാദം തന്ന് എനിക്ക് ഇറക്കിവിടാനും കഴിയുമെന്ന് ഓർമ്മയുണ്ടായാൽ മതി. അതൊക്കെ നിങ്ങൾക്ക് അവമാനമാണ്. ജ്യോതി വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഈ പേപ്പറുകൾ ക്രമ നമ്പർ അനുസരിച്ച് ഒപ്പിട്ട് വെച്ചേക്കണം. ഓക്കെ? വരുമ്പോ എനിക്കൊരു ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്തോണ്ട് വരണം. അതൊക്കെ ശരിയാക്കാം. ഇനി ഞാനിവിടെ നിൽക്കാം. ശരിയാക്കാം. ജ്യോതി മുകളിലേക്ക് പോയി. ശരി. എന്താ ചാനൽ ഇവിടെ? എന്നെയും നിന്നെയും പുറത്താക്കാൻ. പുറത്താക്കാനോ? അവനിങ്ങി വരട്ടെ. അവന് ഞാൻ മേലാൽ കോടതി കാണിക്കില്ല. വിളിക്കാൻ. നീ ആരെയാ വിളിക്കുന്നേ? ജോസിനെ. ജോസിന് വിളിക്കണ ഫോൺ. ആ മാറി അന്ന് എന്തെല്ലാം വീരവാദങ്ങളാ എന്നോട് പറഞ്ഞേ. വല്ലതും നടന്നോ? അച്ഛത് ഞാൻ വേണ്ട. എനിക്കാരുടെ സ്ഥലവും വേണ്ട, ഗാരേജും ഉണ്ടാക്കണ്ട. ഇനി മേലെ അവനെ വിളിച്ചോണ്ട് വന്നേക്കുന്നത്. നീ ശിവൻകുട്ടി വരുമ്പോ എന്തെങ്കിലും വരുമാനമുള്ള ഒരു ജോലി കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ലാതെ തന്നെ പിടിപ്പത് ജോലി ആയല്ലോ. ജോലിയാ? അല്ല, ഇന്നലെ തല്ലു കൊണ്ടവന്മാര് വെറുതെ ഇരിക്കും. അതാ ഞാൻ പറഞ്ഞേ. ആരറിഞ്ഞത്? ഏയ് ഞാനല്ല. ആരറിഞ്ഞ്? നീയാ? ഞാൻ അറിഞ്ഞില്ല. ഞാനാ ശിവേട്ടാ. നീയോ? നീ വാ. എനിക്ക് നാണവാ. നാണോ? ശിവേട്ടൻ എന്ന് വരും എന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇല്ല, യാത്ര എന്ന സിനിമയില് മമ്മൂട്ടി അവളെ കാത്തിരുന്ന പോലെ ഞാൻ വിളക്കൊളുത്തി വെച്ചില്ലെന്നേ ഉള്ളൂ. ഉണ്ണിയെ ഇതെന്തൊരു പ്രേമമുണ്ടേ? അലാവുദ്ദീനും അലുക്കുലത്ത് പ്രേമം. എന്തിനാ ചിരിക്കുന്നത്? ഞാൻ ഉള്ളതാ പറഞ്ഞത്. ഇവർക്ക് ഈയിടെ സിനിമ പ്രാന്താ. കുറച്ചു നാളായല്ലോ കണ്ടിട്ട്. ഇവിടെങ്ങും ഇല്ലായിരുന്നോ? അതന്നെ ഒരുത്തൻ പറ്റിച്ചതാ. പിന്നെ നാടോടിക്കാറ്റിലെ മോഹൻലാലിനെ ദുബായിലേക്ക് വിട്ടില്ലേ, അവനാ എന്നെ മദ്രാസിലേക്കൊന്നും പറഞ്ഞ് ഗുഡ്സ് വണ്ടി കയറ്റി വിട്ടത്. എന്നിട്ട് അഭിനയിച്ചോ? അനുഭവിച്ചൊന്നും പറയണ്ട. അത് പോട്ടെ, ആ കൊടാക്ക് പാപ്പി നിന്റെ പേര് കേസ് കൊടുത്തിട്ട് എന്തായി? ഇപ്പോ ഞാൻ അവന്റെ പേര് കേസ് കൊടുത്തിരിക്കുക. അതിന് കേസ് എന്തിനാ? കെട്ടിയാ പോരെ? അയ്യേ, എനിക്ക് വയ്യ അവനെ കെട്ടിട്ട് ഉപ്പുകണ്ടത്തിനോട് താമസിക്കാൻ. ഞാൻ എന്നായാലും ശിവേട്ടനുള്ളതാണെന്നാ അമ്മ ചാവാൻ നേരത്തും പറഞ്ഞത്. എന്റെ പൊന്നു കൊച്ചെ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. ഞാൻ എപ്പോഴാ തിരിച്ച് ജയിലിലേക്ക് പോകുന്നത് എനിക്കെന്നെ അറിഞ്ഞൂടാ. അതിനെന്താ, അവിടെ സ്ഥലം തരുമെങ്കിൽ ഞാനും കൂടി അങ്ങ് വന്നാ മതിയല്ലോ. എന്റെ പൊന്നു സരോജം, ഒന്ന് ചോദിച്ചാ തരുമോ? എന്തോന്ന് തരാനാ? നിന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്ന് എഴുതി ഒപ്പിട്ട് തരാമെങ്കിൽ നിന്നെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ശിവൻകുട്ടിയെ ഞങ്ങൾ രക്ഷിച്ചോളാം. അല്ലാതെ വഴിയില്ല. ശിവേട്ടാ, ശിവൻകുട്ടി,
ശിവൻകുട്ടി എന്താ? ശിവൻകുട്ടിക്ക് എന്നോട് പഴയ വിരോധം കാണുമെന്ന് എനിക്കറിയാം. അതൊന്നും മനസ്സ് വെക്കരുത്. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തെറ്റ് പറ്റിപ്പോയി. ഇപ്പോഴെന്താ വേണ്ടത്? നമുക്ക് ചില കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ പറയാം. നീ വാന്ന്. കേറ്. അതെ, ഇനി കഴിക്കണമെങ്കിൽ എന്നെ വിളിച്ചോണ്ടെന്ന കാര്യം പറയണം. ഞാൻ കുറെ കാലം അന്യനാട്ടിലായിരുന്നുകൊണ്ട് ഈ പരിസരവുമായിട്ട് എനിക്ക് വലിയ സ്നേഹബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാ അതൊരു പോരായ്മയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. അല്ല, ഞാൻ ആരെന്ന് വെച്ചിട്ടാ നിങ്ങൾ സ്നേഹബന്ധം സ്ഥാപിക്കാൻ പോകുന്നത്? നിന്നെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ അന്വേഷിച്ചു. പോലീസ് സ്റ്റേഷൻ, കോടതിയിൽ, നീ കിടന്നിരുന്ന ജയിലിൽ വരെ. എന്തിനു വേണ്ടിയാ? നിന്നെ പോലെ ഒരാളിനെ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട്. ഈ വീട്ടിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഈ കൂടിക്കാഴ്ച എന്റെ മകൻ പോലും അറിയരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് അവനെ ഞാൻ മറ്റു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. ആട്ടെ, നിന്നെ ജയിലിലാക്കിയ ആ വക്കീലിനെ നീ അറിയുമോ? അറിയണം. നിരപരാധിയായ നിന്നെ ശിക്ഷിപ്പിച്ച ആ പ്രസാദ് ഗാന്ധിയെ. അതെ, എന്തിനാ സാർ? പ്രതി കുറ്റം ചെയ്തിരിക്കുന്നു തെളിഞ്ഞിരിക്കുന്നതിനാൽ പ്രതിയെ ശിക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുകയാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് തെളിവായിട്ടുള്ളതിനാൽ പ്രതിയെ 3 വർഷം ശിക്ഷിച്ചിരിക്കുന്നു. ഒരു തെളിവുമില്ലാതെ വക്കീലിന്റെ കഥ അവസാനിപ്പിക്കാം. നിരപരാധിയായ നിന്നെ അയാൾ കൊലയാളിയാക്കി. അയാളെ കൊല്ലുന്ന നിന്നെ ഞാൻ നിരപരാധിയാക്കുന്നു. ഷുവർ. ഇനി നീ എന്നെ കാണുന്നത് വക്കീൽ പ്രസാദ് ഗാന്ധിയുടെ മരണവാർത്തയുള്ള പത്രവുമായിട്ടായിരിക്കും. ഇതുകൊണ്ട് തീർന്നില്ല. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഏത് സമയത്തും എന്നെ കാണാം. നീ അല്ല, പേടിച്ചു പോയോ? നിനക്കെന്താടി തലയ്ക്ക് സുഖമില്ലേ? അതെ, ശിവേട്ടനെ കാണുമ്പോ എനിക്ക് ഭ്രാന്താ. നോക്ക്, ആട്ടിക്കിന്റെ ആണപ്പലിയം പൊഴിക്കും. എന്ത് വേണേലും ചെയ്തോ, രാത്രി ഞാൻ മുറിയിലേക്ക് വരും. നീ ഇതുവരെ പറയുന്നതും ചെയ്യുന്നതെല്ലാം ഒരു തമാശയായിട്ട് ഞാൻ കരുതിയത്. അതിൽ കിടന്നോണ്ടല്ലോ കഴുത്തി അഞ്ഞിരിച്ചോ. വന്നല്ലോ. പണിക്കര് നിന്നെ ഏത് ഗുദാമിലേക്കാ കൊണ്ടുപോയത്? എല്ലാം പറയാം. ആദ്യം 2 ഒഴിച്ച് വീങ്ങ്. പണിക്കര് തന്നതാണെങ്കിൽ സൂക്ഷിക്കണം, ഇതിനകത്ത് പാഷാണമായിരിക്കും. പേടിക്കണ്ട, പണിക്കരിപ്പോ എന്റെ പോക്കറ്റിലാ. അങ്ങനെ ഒപ്പിച്ച് അതുകൊണ്ട് ഇതിന് നല്ല സാധന. ഉറക്കത്തിന് ഡീസന്റ് ആയിരിക്കും എന്നെ പോലെ. നീ വാ. ഇതാണ് ഡീസന്റ്. ലിറ്റിൽ ഓവർ. നീ വാ. ഉണ്ടാക്കി ഉയരം അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇതാരെ കൊല്ലാനാ? അവള് വീണ്ടും കൂടിയിരിക്കുക. ആര്? ആ വട്ട സഹോദരം. അവക്ക് 2 പൊട്ടിച്ച. നീ അവിടെ ഇരി. അവളുടെ സൂക്കട് ഞാൻ തീർത്തു തരാം.
ഞാൻ പണിക്കരുടെ അനന്തരവൾ. എന്റെ വീട്ടിൽ വെച്ച് ഞാൻ നിങ്ങളെ കണ്ടു, നിങ്ങൾ എന്നെ കണ്ടില്ല. എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് പറ. ഇതാരാ? ഇവ എന്റെ കൂട്ടുകാരനാ. എനിക്ക് ശിവൻകുട്ടിയോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. ഒന്ന് അതിന് പോടേ 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 ചെല്ലേ. ശിവൻകുട്ടി കുടിച്ചോ, കുഴപ്പമില്ലേ. വാടക കൊണ്ടാണല്ലേ? എന്തിനാ വന്നെന്ന് പറയൂ. അമ്മാവൻ പണം തന്നത് വക്കീലിനെ കൊല്ലാനാണല്ലേ? ആണെങ്കിൽ കൊല്ലാതിരിക്കാൻ അതിന്റെ ഇരട്ടി ഞാൻ തരാം. ഈ പണം എടുത്തുകൊണ്ട് ഒരു വിലപ്പെട്ട ജീവനെ വെറുതെ വിടൂ. പറഞ്ഞു കഴിഞ്ഞോ? ഈ പണം കയ്യിലെടുക്ക്. ഞാൻ കൊലപ്പുള്ളിയാണ്, പക്ഷേ വാക്കുമാറുന്ന വഞ്ചകനല്ല. കൊലപാതകം കണ്ടു നിൽക്കുന്നവർക്ക് അത് ക്രൂരതയായി തോന്നാം, പക്ഷേ പ്രതികാരം നിലയിൽ അത് ചെയ്യുന്നവർക്ക് ആത്മശാന്തി ലഭിക്കാറുണ്ട്. ആ വക്കീലിനോട് പ്രതികാരം ചെയ്യേണ്ടത് എന്റെ ആവശ്യം. എന്നെ കൊന്നോളൂ. എന്തിന്? എനിക്ക് ആവശ്യം എന്റെ ശത്രുവിന്റെ പ്രാണനാണ്. എന്തു വന്നാലും ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. കാശെടുക്ക്. എടുക്കാൻ. രാവണിയാരെ എന്താ സാർ? പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. രാവിലെ യോധിക്കുഞ്ഞ് പോകുന്നതിന് മുമ്പ് ഒപ്പിട്ട് വാങ്ങേണ്ട സ്റ്റേറ്റ്മെന്റ് ആയത്. നോക്കിക്കഴിഞ്ഞ് കിടന്നോളാ. ചോദ്യോ? നമുക്കിപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോണം. എന്തിനാ? ഞാനെല്ലാം പറയാം, സാറ് വരണം. രാവണിയാരെ ഞാനിപ്പോ വന്നേക്കാം. ശരി സാർ. എന്നതെല്ലാം അക്ഷരം പ്രതി സത്യമായിരിക്കും. പക്ഷേ പണിക്കരുടെ പേരിൽ ഞാൻ നടപടിയെടുക്കണമെങ്കിൽ അതിനുള്ള എവിഡൻസ് വേണം എല്ലാം ഞാൻ നേരിൽ കണ്ടതാണ് സാർ. എന്ന് നിങ്ങൾ പറയുന്നു. ഇതെല്ലാം പച്ച കള്ളമാണെന്ന് ആ പണിക്കര് ചൂങ്കുട്ടിയും പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? വക്കീൽ സാർ പറയട്ടെ. യെസ്, യു ആർ കറക്റ്റ്. ജ്യോതി വിഷമിക്കണ്ട. ഇതേ കേസിന്റെ ചാർജ് ഷീറ്റ് തെളിവുകൾ സഹിതം അകത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുക. വാട്ട് യു മീൻ? പണിക്കർ ചൂങ്കുട്ടിയെ ഏൽപ്പിച്ച റിവോൾവറും കറൻസി കെട്ടും ഇതല്ലേ? അതെ സാർ. ഇതാരാ നിങ്ങളെ ഏൽപ്പിച്ചേ? പറയാം. മിസ്റ്റർ ശിവൻകുട്ടി, ഒന്നിങ്ങോട്ട് വരൂ. മിസ്റ്റർ ശിവൻകുട്ടി. സാറിന്റെ സാമർഥ്യം കൊണ്ട് 3 വർഷത്തോളം ജയിലിൽ കിടന്ന ശിവൻകുട്ടിയാണ് ഞാൻ. അന്ന് കോടതിയെ കിടുകിട വിറപ്പിച്ചോണ്ടാ എന്റെ കേസ് സാർ വാദിച്ചത്. അസത്യത്തിന് എത്രമാത്രം വിലയുണ്ടെന്ന് എനിക്ക് അന്നാണ് ബോധ്യപ്പെട്ടത്. ഐ ആം സോറി ശിവൻകുട്ടി. പശ്ചാത്താപം നല്ലതാണ് സാർ, പക്ഷേ ഇനിയെങ്കിലും ഒരു കേസ് കിട്ടുമ്പോൾ അതിനെ പണം ഉണ്ടാക്കാനുള്ള ചാൻസായി മാത്രം കാണരുത്. എനിക്കിപ്പോ കിട്ടിയ ചാൻസിന് സാറിനോട് പകവിട്ടാമായിരുന്നു. ഞാനത് ചെയ്തില്ല. സാർ നിർദോഷിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനിതെല്ലാം ഇവിടെ കൊണ്ടേൽപ്പിച്ചത്. പിന്നെ നിയമത്തെക്കുറിച്ച് എനിക്ക് വലിയ പിടിയൊന്നുമില്ല സാർ. എനിക്ക് മറുപടിയില്ല ശിവൻകുട്ടി, മറുപടിയില്ല. എനിക്കറിവില്ലാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ കുട്ടി രക്ഷകർത്താവായി കാണുന്നത് എന്നെയാണ്. പക്ഷേ എന്റെ രക്ഷകർത്താവിനെ ഞാൻ കണ്ടെത്തിയത് നിന്നിലാണ്. അച്ഛൻ ഇതൊരു ഉറങ്ങില്ലായിരുന്നു. എങ്ങനെ ഉറങ്ങാനാ? ആ പെണ്ണ് ഞാൻ അറിയാതെ പുറത്തേക്ക് പോയി. വക്കീലിന്റെ വീട്ടിലെ കാര്യം. അല്ലെ ആ വഴിക്കെങ്ങാനും അവൾ ഹോസ്റ്റലിലേക്ക് പോകൂ. അവിടെ ഡ്രസ്സല്ലേ വിട്ടിരിക്കല്ലേ? അച്ഛൻ അവൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. അവൾ ഇനി കോളേജിലൊന്നും അയക്കണ്ട. നട്ടല്ലേ ചവിട്ടി ഓടിച്ച് ഇതിനകത്തെങ്ങാൻ ഇട്ടാ മതി. അച്ഛൻ പോലീസ്. എന്താണ് സാർ? നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നെ? അതെ. എന്തിനാ അച്ഛൻ അറസ്റ്റ് ചെയ്യുന്നത്? അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധിയെ കൊല ചെയ്യാൻ ശ്രമിച്ചതെന്ന്. ഞാനോ? അയ്യോ, ഞാൻ എല്ലാ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. നടക്കണം. മോനെ, ആ വക്കീൽ കള്ളക്കേസ് ഉണ്ടാക്കില്ല സർ. അച്ഛനെ കൊണ്ടുപോകരുത്. സുഖമില്ലാത്ത ആള് സർ, പ്ലീസ്. ജീപ്പിൽ കയറടോ. എടി ദ്രോഹി, ഇതിനാ നീ വക്കീലിനെ കാണാൻ പോയതല്ലേ? പോണം മിസ്റ്റർ. അച്ഛനെ ഓടി അവരുടെ അച്ഛനെ വിളിച്ച് കാണിക്കരുത്. ശിവൻകുട്ടി, ശിവൻകുട്ടി, എന്താടേ? ആ പണിക്കര് ലോക്കപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. എങ്ങനെ?
ഏതോ ഡോക്ടർമാരെ കൊണ്ട് കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മേലധികാരികൾക്ക് കൈക്കൂലിയും കൊടുത്തു. അയാളിപ്പോ എവിടെ ഉണ്ട്? വലിയ ആശുപത്രിയിൽ പേവാടില്ല, സ്വർഗീയ സുഖത്തിൽ കഴിയുക. അത് മാത്രമല്ല, നിന്നെ അകത്താക്കാനുള്ള നീക്കത്തിലാണെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞറിഞ്ഞു. അത് ശരി. ഗുഡ് മോർണിംഗ് സാർ. ഇരിക്കണം സാർ. മിസ്റ്റർ ജനു, നിങ്ങൾ 1 മാസത്തിന് മുമ്പേ രേഖാമൂലം അനുവാദം വാങ്ങേണ്ടതായിരുന്നു. അല്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്ത് തരാൻ ഞങ്ങൾക്ക് നിയമമില്ല. പിന്നെ ഞങ്ങൾ വന്നത് മരണശൈലിയിൽ കിടക്കുന്ന അച്ഛന്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞതുകൊണ്ടാ. അതെ സാർ, എന്റെ അച്ഛൻ 7 നിമിഷത്തിലും. നിങ്ങൾ വിഷമിക്കേണ്ട, വിവാഹം നടത്തി തന്നാൽ പോരെ. അത് മതി സാർ. പെൺകുട്ടി എവിടെ? അവള് മേളിൽ മുറിക്കാത്തോണ്ട്. അവള് ഭയങ്കര നാണക്കാരിയാ. മറ്റാരുമല്ല, എന്റെ മുറപ്പൻ തന്നെയാ. സത്യം. വിളിക്കും. ഇപ്പൊ വിളിക്കാം. ജ്യോതി, രജിസ്ട്രാർ വന്നിട്ടുണ്ട്. ബഹളം ഉണ്ടാക്കരുത്, എന്നെ അറിയാലോ. ഒന്നുകളെയും മര്യാദക്ക് എന്നോടൊപ്പം വാ. നീയല്ല, നിന്റെ അപ്പം വരും. എനിക്കറിയാം. എന്താ ഇത്? അയ്യോ, ഒന്നുമില്ല സാർ. ഇല്ല സാർ, എനിക്ക് പിന്നെ ഇഷ്ടമല്ല. എന്താ കാര്യം? പോലീസിന്റെ കത്തിയെടുക്കാനാണ്. ഇടതാ കത്തി. പൊന്നെ അമ്മനെ, കത്തി എടുത്തത് കപ്പ എത്താനാണ്. എവിടെയാ ശിവൻകുട്ടി? അയ്യോ, അത് ഞാൻ പറയടാ. അത് ഞാൻ കാണിച്ചു തരാം. നടക്ക. ഇവിടെ അല്ലേ? ഇത് അമ്പലത്തിലേക്കുള്ള റോഡല്ലേ? വരും മക്കളെ, വലത് കയറി വെച്ച് കയറി വരും. ഇന്നു മുതൽ ഇതാ നിങ്ങളുടെ വീട്. നിങ്ങളുടെ മക്കള് നിങ്ങളാ. അകത്തേക്ക് വരും. വരൂ. ഗോപാലൻ സാർ, ഒരു ചുമതല കൂടി എനിക്ക് നിറവേറ്റാനുണ്ട്. ഈ വിൽപത്രം ഞാൻ ശിവൻകുട്ടി ഏൽപ്പിക്കുകയാണ്. ക്ഷമിക്കണം സാർ, ഞാനിത് വാങ്ങിയാൽ
പണത്തിനു വേണ്ടി ജ്യോതിയെ കല്യാണം കഴിച്ചതെന്ന് അപരാധം ഉണ്ടാവും. ഇതിലെ സ്വത്തുക്കൾ അപരാധം പറയുന്നവരുടേതല്ല, ജ്യോതിയുടെ അച്ഛനമ്മമാരുടേതാണ്. അറിയാം സാർ. പക്ഷേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വേണം ഞങ്ങളുടെ ജീവിതം ആരംഭിക്കാൻ. അതാണ് ആണപ്പം. അപ്പോ ഈ വിൽപത്രം അത് സാറിന്റെ തന്നെ ഇരിക്കട്ടെ. കഴിയുമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ജോലി വാങ്ങിത്തരണം. എന്ത് ജോലിയാ ശിവൻകുട്ടി ആഗ്രഹിക്കുന്നത്? എന്ത് ജോലിയായാലും മതി സാർ. ശ്രമിക്കാം. ശരി സാർ. ഉണ്ണി, നിനക്ക് പ്രഥമൻ വെക്കാനാണ്. ഏത് പ്രഥമൻ? അടപ്രഥമൻ. അതിന് കടല വേണ്ടേ? അടപ്രഥമന് കടല്. ഓ, അത് നീ ശരിയാണ്. ഏത് കോത്താഴത്തുകാരൻ്റെ? അല്ലേ മുച്ചേട്ടുകളെയൊക്കെ നിർത്തി ഇപ്പൊ കച്ചവടം തുടങ്ങിയോ? ഇത് കച്ചവടത്തിനല്ലടി, നമ്മുടെ ശിവൻകുട്ടിക്കും ഭാര്യയ്ക്കും കുട്ടപ്പൻ എന്ന് വിരുന്നു കൊടുക്കുക. ഓ അത് ശരി. പക്ഷേ ആര് വിരുന്ന് കൊടുത്താലും അവള് 90 ദിവസം തികച്ച് ശിവേട്ടനോട് താമസിക്കാൻ പോകുന്നില്ല. മഹാഭാവം പറയാതെ അശ്രീകരം. നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാമല്ലോ. എന്തോടെ എന്റെ ഉദ്ദേശം? ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് അവളുടെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കാൻ പോവാ. വെറുതെ ഗർഭിണിയാണെന്ന് പറഞ്ഞ ആരെങ്കിലും സമ്മതിച്ചു തരൂ? പ്രസവിക്കട്ടെ എന്ന് പറയും. അതിനാണോ പാട്? എത്ര പാർട്ടിക്കാരാ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്? പ്രസവിക്കാനോ? അല്ലെന്നേ, ശിവേട്ടനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ. ഇവളെ അങ്ങനെ വിട്ടാ പറ്റില്ല. എന്നാലേ എന്റെ മോള് ഉച്ചയ്ക്ക് തന്നെ അങ്ങ് വന്നേരെ. ഇന്ന് തന്നെ കെട്ട് നടത്തി സദ്യയുണ്ട്, അവിടെ തന്നെ അങ്ങ് താമസിക്കും. ഇന്ന് അവൾ അവിടെ കാണില്ലേ? അസൂയ കുടുംബം കലക്കി. നമുക്ക് ഈ വഴി പോണ്ട, ആ വഴി. ഇത് മിസ്റ്റർ ശിവൻകുട്ടി. ഇവൻ എനിക്ക് സ്വന്തം അനിയനെ പോലെയാ. നിങ്ങളുടെ കമ്പനിയിൽ ഒരു മെക്കാനിക്കിനെ വേണമെന്ന് പരസ്യം കണ്ടിരുന്നു. അതെ, ഞങ്ങൾക്ക് പറ്റിയ ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല പ്രസാദ്. എന്നാൽ ഞാൻ മിസ്റ്റർ ശിവൻകുട്ടിയെ ശുപാർശ ചെയ്യുന്നു, ഏത് ഗ്യാരണ്ടിയിലും. താൻ പറഞ്ഞ പിന്നെന്താ ഗ്യാരണ്ടി? നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സാർ. എക്സ്ക്യൂസ് മീ. ഇവനൊരു ക്രിമിനൽ പുള്ളിയാ. പണി കൊടുത്താൽ നമ്മുടെ കമ്പനി കാണില്ല. ഓഹോ. സോറി പ്രസാദ്, എനിക്ക് ചെറിയൊരു അബദ്ധം. എന്താടോ? മാനേജര് ഇന്നലെ ഒരാളെ അപ്പോയിന്റ് ചെയ്തു. ഞാൻ അറിഞ്ഞില്ല. ഐ എം സോറി. ഓൾ റൈറ്റ്. പോവാം, ഇറങ്ങട്ടെ. പോവാം, പിന്നെ പറയാം. നിങ്ങൾ ഇവിടെ ജോലി അന്വേഷിച്ചു വന്നതാ. എന്നെ ഓർമ്മയുണ്ടോ അച്ഛാ? എന്താ മോളെ? അന്നാത്തെ എമ്മാടികളുടെ സ്റ്റുഡിയോയിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിട്ടത് ഇദ്ദേഹമാണ്. എക്സ്ക്യൂസ് മീ പ്രസാദ്, ഇത് എന്നോട് എന്താ നേരത്തെ പറയാത്തത്? ഈ കുട്ടി ഇരിക്കൂ. ഞങ്ങളിവിടെ ഉള്ളപ്പോഴോ? സാറ് വിഷമിക്കണ്ട. നമ്മളൊരു അല്പം വഴിമാറി സഞ്ചരിക്കണമെന്നേ ഉള്ളൂ. അവൻ ഇവിടെ വരും, സാറിന്റെ കാൽക്കൽ വീഴും. എന്നെ എന്റെ അച്ഛനെ അവൻ തല്ലി, ജ്യോതിയെ അവൻ സ്വന്തമാക്കി. അവന്റെ കൈ ഞാൻ വെട്ടിയെടുക്കും ജോസെ. അച്ഛാ, ഇനിയെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടു തരണം. വിട്ടുതരിക മാത്രമല്ല, ഏൽപ്പിക്കുകയാണ്. എന്നിൽ നിന്ന് പല വീഴ്ചകളും വന്നിട്ടുണ്ട്. ജോസ് വിഷമിക്കരുത്. ഇല്ല സാർ, എന്തിനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അവനെ ഒതുക്കേണ്ടത് എന്റെ ആവശ്യമാണ്. സാറിന് ജ്യോതിയെ കാണുന്നത് വിധവയായിട്ടായിരിക്കും. ഞാൻ പോയിട്ട് വരാം.
നോക്കണം. എന്നാ. അയ്യോ പേരെന്താ? ജ്യോതി. നല്ല പേര്. കാണാനും മോശമല്ല. പക്ഷേ ജ്യോതി ആരാ ഈ കുഴി കൊണ്ട് ചാടിച്ചത്? കുഴിയോ? ഇവിടൊന്നും കുണ്ടും കുഴിയൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് അതല്ല, ജ്യോതിയെ കെട്ടിയ ആളുടെ കാര്യമാ. ആരാ ഈ കൊലപ്പുള്ളിയെ തലയിൽ കെട്ടിവെച്ചത്? ആരും കെട്ടിവെച്ചതല്ല, ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ. അപ്പോ ഞാൻ ഉദ്ദേശിച്ച കാര്യം ശരിയാ. എന്ത് കാര്യം? അയ്യോ വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞെന്നറിഞ്ഞ ശിവൻകുട്ടി എന്നെ കൊല്ലും. നിങ്ങൾ പറഞ്ഞെന്ന് ഞാൻ ശിവേട്ടനോട് പറയില്ല. എനിക്കെല്ലാം അറിയണം. എന്നെ കൊല്ലിക്കരുത്. ഇല്ല, ഒരുപാട് പെമ്പിള്ളാരെ ചതിച്ചവനാ ഈ ശിവൻകുട്ടി. ഏതോ ഒരുത്തിയിൽ ഒരു കുട്ടിയുണ്ടെന്നാ പറയുന്നേ. പിന്നെ തേനേ പാലെന്നും പറഞ്ഞ് എന്റെ പുറകെ നടന്നതാ ഈ ശിവൻകുട്ടി. ഞാൻ അവരെല്ലാം വീണില്ല. ഏതായാലും ജ്യോതിക്കുട്ടിയുടെ ജീവിതം പാഴാകാതെ സൂക്ഷിച്ചോ. ആ മോള് വന്നോ? പുതിയ പെണ്ണിനെ കാണാൻ പുഴക്കടവിൽ പെണ്ണുങ്ങൾ കൂടി കാണും. ഇത്ര അലക്കാനുണ്ടായിട്ട് മോളെന്താ എന്നെ കൂടി വിളിക്കാത്തത്? ജ്യോതി, നിനക്കെന്താ ഒരു വല്ലായ്മ പോലെ? ഒന്നുമില്ല. മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. അധികം വെയിലത്ത് നിൽക്കട്ടെ. വാ മോളെ. ശിവേട്ടന് വിനുമോൾ ഓടി നടക്കാൻ തുടങ്ങി. ഞാൻ അവളുടെ ഫോട്ടോ അയക്കുന്നു. എന്തായാലും സത്യം ഒരിക്കൽ പുറത്തു വരാതിരിക്കുമോ? എത്രയും വേഗം നേരിൽ കാണണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലില്ലിക്കുട്ടി. ഒരുപാട് പെമ്പിള്ളാരെ ചതിച്ചവനായി ശിവൻകുട്ടി. ഏതോ ഒരുത്തിക്ക് ഒരു കൊച്ചുണ്ടെന്നാ പറയുന്നത്. ഹലോ, ഇന്ന് മുതലാണ് നമ്മുടെ ഹണിമൂൺ. 10,000 രൂപയും ഒരാഴ്ചത്തെ ലീവ് മുതലാളി തന്നിരിക്കുക. എവിടെ വേണമെങ്കിലും പോവാം. കൊടൈക്കനാൽ, കന്യാകുമാരി, മലമ്പുഴ എല്ലായിടത്തും ചുറ്റണം. അല്ല, നീ ഏത് ലോകത്താ? ഞാൻ പറയുന്ന പോലും കേൾക്കുന്നുണ്ടോ? എല്ലാം കേട്ടു. പിന്നെന്താ പൊതലങ്ങ തിന്നുന്ന പോലെ നിൽക്കുന്നത്? ഒന്നുമില്ല. ഓ, കല്യാണം കഴിഞ്ഞ് ഇത്ര നാൾ കഴിഞ്ഞിട്ടാണോ ഹണിമൂണിന് പോകുന്നതെന്നായിരിക്കും. അല്ല, ജീവിതത്തിൽ ഹണിമൂൺ ഒരിക്കലല്ലേ പുതുമയുള്ളൂ. എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞാലെന്താ, എല്ലാം കഴിഞ്ഞു പോയില്ലേ. ജ്യോതി, മനസ്സിലൊന്ന് വെച്ചോണ്ട് മറ്റൊന്നും സംസാരിക്കരുത്. ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക മുന വെച്ചുള്ള ഒരു പെരുമാറ്റം. നിനക്ക് എന്തു പറ്റി? എന്തിനാ ഈ ചോദ്യം? ഞാൻ എന്തും സഹിക്കാൻ തയ്യാറായതിന്റെ തെളിവല്ലേ ഈ താലി. ഇത് കിട്ടുന്നതിന് മുമ്പുള്ള കഥയെല്ലാം മനസ്സിൽ കുഴച്ചു മൂടിക്കൊണ്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. വീണ്ടും എന്തിനാ എന്നെ വഞ്ചിക്കുന്നത്? ഞാൻ നിന്നെ വഞ്ചിക്കുന്നു? അതെ, അല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളൊരു മനസാക്ഷി ഇല്ലാത്തവൻ. ജ്യോതി, നിങ്ങളെ ആര് വിചാരിച്ചാലും തിരുത്താൻ കഴിയില്ല. തെരുവിലെ പട്ടിയെ തേരിലേറ്റിയാലും അത് അതിന്റെ ഗുണമല്ലേ കാണിക്കൂ. ഞാൻ തെരുവിൽ പട്ടിയാ, തെണ്ടിയാ. പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല. ഇല്ലേ? ഇതെന്തുവാ?
ഇത് വഞ്ചനയല്ലേ? നിങ്ങൾക്കൊരു കുഞ്ഞുള്ള കാര്യം ഇന്നുവരെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ക്ഷമിക്കൂ. ഈ കുഞ്ഞിന്റെ കാര്യം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നുള്ളത് സത്യമാണ്. എന്റെ കഴിഞ്ഞകാല കഥകൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ. പക്ഷേ ഇനി ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. ഉപ്പുകൊണ്ടും ജോസും ജനുവും മോളിയും ഞാനും ഒക്കെ ഒരു കാലത്ത് പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടുകെട്ടിലായിരുന്നു. 3 വർഷം മുമ്പ് ഒരു ദിവസം ഒരു ബാങ്ക് ജീവനക്കാരനാണ് ഞങ്ങളുടെ കൈപ്പെട്ടത്. ഞാൻ കോഓപ്പറേറ്റീവ് ബാങ്കിലെ ക്യാഷ് ഏജന്റാണ്. എന്റെ കയ്യിൽ നിന്ന് ബാങ്കുകാർ 2.5 ലക്ഷം രൂപ ഏതോ ദ്രോഹികൾ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ ഞാൻ ആ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഭാരം ചുമക്കുന്ന എനിക്ക് പകരം ബാങ്കിൽ പണം അടയ്ക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് എന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് രാമകൃഷ്ണൻ. ബാങ്ക് ജോലിയുള്ള രാമകൃഷ്ണന്റെ വീടല്ലേ? അതെ, അയാളുടെ മരണം അറിഞ്ഞ് ഭാര്യ ആത്മഹത്യ ചെയ്തു. രാമകൃഷ്ണന് വേറെ ബന്ധുക്കൾ ആരുമില്ലേ? ആകെയുള്ള ബന്ധു ആ കിടക്കുന്നത്. ആ കുഞ്ഞാണിവൾ ഇപ്പോ പട്ടണത്തിലൊരു കന്യാശ്രീ മഠത്തിലുണ്ട്. ഇവിടെ ആയാണ് എനിക്ക് കത്തെഴുന്ന ലീലിക്കുട്ടി. ഞാനിന്ന് കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ച് പുറത്തു വന്നതും
ജോസും മൂളിയും ചേർന്ന് എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചു. ഞാൻ ജയിലിലും ഈ പാവപ്പെട്ട കുഞ്ഞു മഠത്തിലുമായി 3 കൊല്ലം കഴിഞ്ഞു. ഇതിൽ ഞാൻ ആരെയാണ് ജ്യോതി വഞ്ചിച്ചത്? എനിക്ക് മാപ്പ് തരൂ ശിവേട്ട. ഞാൻ മനസ്സിലാക്കിയതിലപ്പുറത്താണ് ശിവേട്ടൻ. എന്നോട് ക്ഷമിച്ചെന്ന് പറയൂ. ഈ ലോകം മുഴുവൻ എനിക്കെതിരായാലും നീ എന്നെ വിശ്വസിക്കുമെങ്കിൽ എനിക്കത് മതി. നമുക്ക് അവളെ കൊണ്ടുവരണം ശിവേട്ട. അതിലോലരാഗമായി അതിലോലരാഗമായി അനിതര സുരഭിലമനുപമമൃദുമയ ഇളം തെന്നലിന്റെ ചുണ്ടിൽ ഒരു പ്രേമഗാനമായി നിൻ സുന്ദരാനനത്തിൽ ഒരു മന്ദഹാസമായി ഹൃദയമുരളി തഴുകിയൊഴുകി വരും ഒരു ഈണം സുഖസാന്ദ്രനാദമായി അതിലോലരാഗമായി സുഖസാന്ദ്രനാദമായി അതിലോലരാഗമായി നീലാഞ്ജനമിഴീണ തേടും പൂങ്കാവനം നീലാഞ്ജനമിഴീണ തേടും പൂങ്കാവനം ഒരു ചെമ്പനീർ മലരിൽ ചുടുചുംബന ലഹരിയായി ഒരു ചെമ്പനീർ മലരിൽ ചുടുചുംബന ലഹരിയായി പുതിയ കവിത എഴുതും കാലം സുഖസാന്ദ്രനാദമായി അതിലോലരാഗമായി സുഖസാന്ദ്രനാദമായി അതിലോലരാഗമായി താനതനനന താനതനനന രാരീരം പാടിയുറക്കും രാപ്പാടികൾ രാഗാർദ്രവിലോല നിമീലിത മിഴിയിലകൾ രാരീരം പാടിയുറക്കും രാപ്പാടികൾ രാഗാർദ്രവിലോല നിമീലിത മിഴിയിലകൾ മധുരമൃതമലി സുരസംഗീതം സുഖസാന്ദ്രനാദമായി അതിലോലരാഗമായി സുഖസാന്ദ്രനാദമായി അതിലോലരാഗമായി അനിതര സുരഭിലമനുപമമൃദുമയ ഇളം തെന്നലിന്റെ ചുണ്ടിൽ ഒരു പ്രേമഗാനമായി നിൻ സുന്ദരാനനത്തിൽ ഒരു മന്ദഹാസമായി ഹൃദയമുരളി തഴുകിയൊഴുകി വരും ഒരു ഈണം സുഖസാന്ദ്രനാദമായി അതിലോലരാഗമായി സുഖസാന്ദ്രനാദമായി അതിലോലരാഗമായി അല്ല അത് വേണോ? അത് ഞാൻ ഏറ്റു.
എടാ തെണ്ടി, വലിയ വീട്ടിലൊരു പെൺകൊച്ചിനെ കിട്ടിയപ്പോ നീ മാനിനായല്ലേ? എന്താടാ നാവ് ഇറങ്ങിപ്പോയോ? എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ആരെയും ശല്യം ചെയ്യുന്നില്ല, ആരുടെ പണവും അപഹരിക്കുന്നില്ല. ഞാനായി എന്റെ പാടായി. പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്. നിന്നെ വെറുതെ വിടാനോ? ഇവൻ പറഞ്ഞിട്ടില്ലേ വെറുതെ വിടാൻ. എന്താടാ തിരിച്ചടിക്കാത്ത? നോക്കി വരട്ടെ. ശിവൻകുട്ടി, എന്ത് പറ്റി ശിവ? ഉണ്ണി, കുട്ടപ്പ, ഓടി വന്നേ. എന്തു പറ്റി? എന്ത് നടന്നു പറയൂ ശിവൻകുട്ടി. പറയൂ ശിവ. ഞാൻ മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങിയതിന്റെ ഫലം ജനുവും കൂട്ടരും വഴിക്ക് വെച്ചെന്നെ. അവനൊക്കെ ഇത്രയ്ക്ക് മൃഗങ്ങളാണ്. ഇവിടെ മൃഗങ്ങൾക്കേ ജീവിക്കാൻ പറ്റൂ. എന്നെ ഒരുത്തനും തൊടില്ലായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു വാക്ക് വന്നു പോയില്ലേ? അതിന് നീ ആഭാസനാവരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ആണല്ലാതാവാൻ ഞാൻ പറഞ്ഞില്ല. ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്നവനെ കിഴങ്ങനാക്കും. കിഴങ്ങനാക്കിയാലും വേണ്ടില്ല, പുഴുങ്ങി തിന്നായിരുന്നാ മതി. ഒന്ന് പോടോ. ശിവൻകുട്ടി, നീ നല്ലവനാന്റെ ഫലം ഇതാണെങ്കിൽ ഞാൻ ഇന്ന് മുതൽ പൊക്കുകയാണ്. അവരൊക്കെ എന്നെ വേണ്ട, ഈ ഒരു വാക്ക് മതി, ഈ അനുവാദം മതി എനിക്ക്. എന്റെ ചോരയ്ക്ക് ഞാൻ കണക്ക് ചോദിച്ചോളാം.
തുടങ്ങി ഹലോ മോളിയല്ലേ? ഞാൻ ജനുവാ. ഇവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ തെണ്ടിയെ ബിൽപത്രവുമായി വരാൻ ഫോൺ ചെയ്യും. പിന്നെ അവൻ വന്നില്ലെങ്കിൽ രണ്ടുപേരുടെ ശവമേറ്റ് വാങ്ങാൻ തയ്യാറായിക്കൊള്ളാൻ പറ. ആ അന്നവൻ എന്റെ കൺമുന്നിൽ വെച്ചാണ് നിന്നെ കൊണ്ടുപോയത്. പക്ഷെ ഇന്നവൻ വരുമ്പോൾ എന്നോടൊപ്പം ബെഡ്റൂമിൽ കഴിയുന്ന നിന്നെ വേണം കാണാൻ. എന്നെ അതിന് ജീവനോടെ കിട്ടില്ലടാ. കിട്ടിയില്ലെങ്കിൽ നിന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ ഈ കുഞ്ഞിനെ കൊല്ലേണ്ടി വരും. അത് ഇപ്പോഴല്ല. നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ ഇവിടെ വന്ന് ആ വിൽപത്രം എന്റെ കയ്യിൽ കിട്ടിട്ട് അവനെ ഞാൻ നിന്റെ മുന്നിലിട്ട് കൊല്ലും. മോളെ, നിന്റെ സ്വത്തുക്കളെല്ലാം എന്റെ അച്ഛന്റെ കയ്യിൽ വരും. ഓഫ്കോഴ്സ് നീ എന്റെ കയ്യിലും. മോളെ, ഇവള് ശരിയല്ല. പാപ്പി, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ആർക്കാ ഈ ഫോൺ ചെയ്യാൻ പോകുന്നത്? ശിവൻകുട്ടിക്ക്. വേണ്ട. വേണ്ടെന്നോ? നമ്മൾ ജീവൻ പണയപ്പെടുത്തിയല്ലേ ജനുവിനെ സഹായിക്കുന്നത്. അതെ. നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് എന്താ ഉറപ്പ്? ജനു നമ്മോട് അങ്ങനെ ചെയ്യില്ല. എനിക്കതിൽ വിശ്വാസമില്ല. കാര്യം കഴിയുമ്പോ കറിവേപ്പില പോലെ നമ്മളെ വലിച്ചെറിയും. നമ്മോടത് ചെയ്യില്ല മോളി. ചെയ്യും. കഴിഞ്ഞ കഥകളൊക്കെ നീ ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ? പണിക്കരുടെ മോനല്ലേ ജനു, അവനെയും വിശ്വസിക്കരുത്. പിന്നെ എന്ത് ചെയ്യണമെന്നാ? ഇത് നമുക്ക് കിട്ടിയ സന്ദർഭമാണ്. ശിവൻകുട്ടിക്ക് ഞാൻ ഫോൺ ചെയ്യാം. വിൽപത്രത്തിന് വേണ്ടിയല്ല. പിന്നെ എന്തിനാ? എന്തിനാണെന്ന് ഞാൻ ഫോണിൽ കൂടി സംസാരിക്കുമ്പോ കേട്ടോ. എന്തായി ശിവൻകുട്ടി? ഒരു വിവരവും കിട്ടിയില്ല സർ. ഇനി പോലീസിൽ അറിയിക്കുന്നതാണ് നല്ലത്. ഹലോ ഹലോ ഹലോ, അതെ ശിവൻകുട്ടിയാ. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ഞാൻ പഴയ മോളിയാ. മോളിയോ? അതെ. ജ്യോതിയും കുഞ്ഞും എവിടെയുണ്ടെന്ന് എനിക്കറിയാം. എവിടെയാ? എവിടെയുണ്ടെന്ന് പറയൂ. പറയാം. 5 ലക്ഷം രൂപയുമായി ശിവൻകുട്ടി എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് വരണം. എന്തു വേണമെങ്കിലും തരാം. എനിക്ക് അവരെ ഒന്ന് കണ്ടു കിട്ടിയാ മതി എന്ന് പറഞ്ഞ് പഴയ വിരോധം വെച്ച് പോലീസിനെ അറിയിച്ചാൽ ജ്യോതിയുടെയും കുഞ്ഞിന്റെയും ജീവൻ കൂടി കിട്ടില്ലെന്ന് ഓർമ്മ വേണം. പക്ഷേ നേരം താമസിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. അത് ഹലോ ഹലോ, എന്താ 5 ലക്ഷം രൂപയുമായി ശിവൻകുട്ടി ഇപ്പൊ എത്തും. അത് കയ്യിൽ കിട്ടിയാൽ അടുത്ത ബോംബെ ഫ്ലൈറ്റിൽ നമുക്ക് സ്ഥലം വിടണം. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയി ടിക്കറ്റ് അറേഞ്ച് ചെയ്യാം. പക്ഷെ ഒരു കാര്യം, വിൽപത്രവുമായി ശിവൻകുട്ടി അങ്ങെത്തുമെന്ന വിശ്വാസത്തില് ജനു എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ക്യാമ്പ് ചെയ്യുന്നത്. അവൻ എന്തെങ്കിലും സംശയം തോന്നിയാൽ അവനിവിടെ എത്തും. അവനിങ്ങ് വരട്ടെ. അവനേക്കാൾ വലിയ കൊമ്പന്മാരെ കൈകാര്യം ചെയ്തവളാ ഞാൻ. ജനു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ശിവൻകുട്ടി ഞാൻ അങ്ങോട്ട് അയക്കും. അവന്മാര് തമ്മിൽ അടിച്ചോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം. യെസ്, വെരി ഗുഡ് ഐഡിയ. ഏതായാലും ഞാൻ വരുന്നതിന് മുമ്പ് നീ പെട്ടിയൊക്കെ റെഡിയാക്കി. ഓക്കെ.
ഇതാ നീ ആവശ്യപ്പെട്ട പണം. ജ്യോതിയും കുഞ്ഞും എവിടെയുണ്ട്? ഞാൻ സ്ഥലം പറഞ്ഞ ശിവൻകുട്ടി വിശ്വസിച്ചില്ലെങ്കിലോ? ജ്യോതിയോട് നേരിട്ട് തന്നെ സംസാരിച്ചോളൂ. എന്നിട്ട് മതി പണം. ഹലോ. ഹലോ, എസ്റ്റേറ്റ് ബംഗ്ലാവല്ലേ? അതെ, ആരാ സംസാരിക്കുന്നത്? ഞാൻ മോളിയാണ് പാപ്പി. ജനു അവിടെ ഉണ്ടോ? ഇല്ല, എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് ജീപ്പ് എടുത്തോണ്ട് പുറത്തോട്ട് പോയി. പിന്നെ കുറെ കാണ്ടാമൃഗങ്ങള് ഇവിടെ കാവല് നിൽപ്പുണ്ട്. എന്നാലേ മറ്റാരും കാണാതെ ഫോൺ ജ്യോതിയുടെ കൊടുക്ക. കൊടുക്കാം. ഒരു ഫോണുണ്ട്. ഹലോ. ഹായ്, ജ്യോതിയാണോ? അതെ, ആരാ സംസാരിക്കുന്നത്? ഒരു നിമിഷം, ഞാൻ ശിവൻകുട്ടിയുടെ കൈ കൊടുക്കാം. അതെ, ശിവൻകുട്ടിയാ. ഇപ്പൊ വിശ്വാസായില്ലേ? ഹലോ 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 ഹലോ. മോളി, ഫോൺ കട്ടായി. ബംഗ്ലാവിലുണ്ട്. എന്നെ നോക്കണ്ട, പോകോ. ചേട്ടാ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ. അയ്യോ, എന്റെ തലപോണ കേസാ, ഞാനില്ല. കാശാണ് വേണ്ടതെങ്കിൽ ഇതെല്ലാം എടുത്തോളൂ. എന്റെ കർത്താവേ, നീ എന്നെ പരീക്ഷിക്കുകയാണല്ലോ. തല പോണെങ്കിൽ പോട്ടെ. ആഹാ, എങ്ങോട്ടാ രണ്ടും? നീ ഇവിടെ പുറത്തേക്ക് വിടും അല്ലേ? കുഞ്ഞിനെ വാങ്ങിക്കും, വാങ്ങിക്കും. ഓളിങ്ങ് വന്നേ, നീ അകത്തേക്ക് ചെല്ല്. ഞാൻ വേറെ കുറി വെച്ചിട്ട് എന്റെ സ്വന്തമാ.
നമ്മള് കാര്യം വെൽ ഡൺ ബോയ്. എന്നോടല്ല സാർ, ഇവരോടാണ് നന്ദി പറയേണ്ടത്. മോളെ